ഹരേ കൃഷ്ണ. ശ്രീമദ് അനന്തപത്മനാഭ സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും, ശ്രീകൃഷ്ണ കഥാമൃതം ഗ്രൂപ്പിലെ എല്ലാ ഭക്തന്മാർക്കും, ഈ ഓൺലൈൻ ക്ലാസ്സിൽ ഇപ്പോൾ നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന മറ്റെല്ലാ ഭക്തന്മാർക്കും വളരെ ഹാർദവമായ സ്വാഗതം നമ്മുടെ റെഗുലർ ഭാഗവതം ലെക്ചറിലേക്ക്. നമ്മൾ ശ്രീമദ് ഭാഗവതത്തിനെ സീരീസ് ആയിട്ട് കാണുന്ന, അതായത് ഓരോരോ വേഴ്സ് ബൈ വേഴ്സായിട്ട് കാണുന്ന ആ ഒരു റീഡിങ് വന്നിട്ട് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ശ്രീമദ് ഭാഗവതം 1ാമത്തെ ക്യാൻറ്റോ 8ാമത്തെ അധ്യായം കുന്തി മഹാറാണിയുടെ പ്രേയേഴ്സ് എന്ന് പറയുന്ന വളരെ മനോഹരമായ ഭാഗത്താണ്. നമ്മൾ 18ാമത്തെ ശ്ലോകം മുതലാണ് ഈ ചാപ്റ്ററിൽ, അതായത് 8ാമത്തെ ചാപ്റ്ററിൽ 18th ശ്ലോകം മുതലാണ് നമ്മൾ കുന്തി മഹാറാണി പ്രേയേഴ്സിനെ കണ്ടു തുടങ്ങിയത്. ഭഗവാന്റെ രൂപത്തെ വർണ്ണിക്കുന്നത്, എന്തുകൊണ്ടാണ് ഭഗവാൻ വന്നിട്ട് കുന്തി മഹാറാണിയോട് അത്രയധികം കരുണ കാണിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് കരുണ കാണിക്കുന്നത്, എന്തൊക്കെയാണ് ഭഗവാന്റെ അടുത്ത് നിന്നും കുന്തി മഹാറാണിയും മക്കളും സ്വീകരിച്ചിട്ടുള്ള സ്നേഹമസൃണമായ റെസിപ്രൊക്കേഷൻ, ഇതെല്ലാം കുന്തി മഹാറാണി എണ്ണമിട്ട് നിരത്തുകയാണ്. എന്നിട്ട് നന്ദി പറയുകയാണ്. ഇനിയും അതേപോലെയുള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് വരട്ടെ, കാരണം അങ്ങനെ ആരും സാധാരണ പറയാറില്ല. നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട്, പക്ഷേ എങ്കിലും ഇനിയും ആ ബുദ്ധിമുട്ടുകൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു ചിന്താഗതി ആർക്കും സാധാരണ വരാറില്ല. പക്ഷേ ഈ ഒരു പരിശുദ്ധ ഭക്തിയായിട്ടുള്ള കുന്തി മഹാറാണി പറയുകയാണ്, എനിക്ക് ഇനിയും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ അങ്ങയെ നിരന്തരം ഓർക്കും, അങ്ങയെ നിരന്തരം കാണും, അങ്ങ് ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാകും. അങ്ങനെയുള്ള അവസ്ഥയിൽ ഞങ്ങൾക്ക് ഇനി ഒരു ജന്മം എടുക്കേണ്ടി വരികയില്ല. അതായത് സങ്കടങ്ങൾ വന്നാലും സന്തോഷം വന്നാലും ഭക്തന്മാർക്ക് പ്രത്യേകിച്ച് എന്തില്ല, അതിൻ്റെ അകത്ത് വലിയ ഇലേഷൻ, അതായത് എന്താണ്, ഒരു അമിത ആഹ്ലാദവുമില്ല, നിരാശയുമില്ല. കാരണം ഇത് രണ്ടും വന്നിട്ട് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, സീസൺസ് വന്നു പോകുന്നത് പോലെ സുഖവും ദുഃഖവും വന്നു പോകും, അതിനെ അതിക്രമിക്കാൻ പഠിക്കൂ അർജുന എന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. അത് ഭക്തന്മാരെല്ലാവരും മനസ്സിലാക്കി ജീവിക്കുന്ന ഭക്തന്മാർക്ക് അറിയാം. നൈമിഷികമാണ്, അതായത് ഇന്നുണ്ടാകുന്ന ദുഃഖം 10 ദിവസം കഴിയുമ്പോൾ നമുക്ക് അത് തരണം ചെയ്ത് കഴിയുമ്പോൾ, കുറച്ച് ചിന്തിച്ച് കഴിയുമ്പോൾ, പുറകിലേക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ അതൊരു ദുഃഖമായിട്ട് ചിലപ്പോൾ നമുക്ക് അനുഭവപ്പെടുകയില്ല. അന്നത് ദുഃഖമായിരുന്നു, അതുകൊണ്ടാണ് അതിനെ താൽക്കാലികം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് സന്തോഷവും അതുപോലെ തന്നെയാണ്. ഇന്ന് ഒരുപാട് സന്തോഷം നമുക്കുണ്ടായെങ്കിൽ ഒരു 10 ദിവസം കഴിഞ്ഞ് നമ്മൾ പുറകോട്ട് ചിന്തിച്ച് നോക്കിയാൽ അതേ വികാരം, അതായത് അല്ലെങ്കിൽ അതേ ഒരു സന്തോഷം നമുക്ക് അപ്പോൾ ഫീൽ ചെയ്യണമെന്നുമില്ല. അതും നൈമിഷികമാണ്. ഇത് രണ്ടും നൈമിഷികമാണ്. എന്താണ് ഭക്തന് പെർമനൻ്റ് ആയിട്ടുള്ളത്? ഭക്തന് ഭഗവാന്റെ സേവനം മാത്രമാണ് പെർമനൻ്റ് ആയിട്ടുള്ളത്. അത് ഇവിടെയാണെങ്കിലും നരകത്തിലാണെങ്കിലും പിന്നെ എവിടെയാണ് സ്വർഗത്തിലാണെങ്കിലും എവിടെയാണോ തൻ്റെ അതായത് തൻ്റെ കർമ്മം കൊണ്ട് പോകാനുള്ളത്, ഭക്തൻ ആഗ്രഹിക്കുന്നത് എവിടെ ഇരുന്നാലും എനിക്ക് സേവനം ചെയ്യണമെന്നാണ്. ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്നു, എന്താണ്, എവിടെ ആയിരുന്നാലും എന്താണ്, എനിക്ക് സേവനം ചെയ്താൽ മാത്രം മതി. എവിടെയാണോ പോകുന്നത് ആ ഒരു ഡെസ്റ്റിനേഷൻ ഭക്തന് എന്താകുന്നില്ല, ഭക്തന് അതൊരു കാര്യമായിട്ടുള്ള കാര്യമല്ല, അല്ലെങ്കിൽ ഒരു വസ്തുവല്ല. എവിടെ പോയാലും ഭഗവാന്റെ സേവനം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുന്ന ഭക്തന് എന്തുണ്ടാവും? സ്റ്റെബിലിറ്റി ഉണ്ടാകും, സ്ഥിരത ഉണ്ടാകും. ഇന്ന് എനിക്ക് ഒരുപാട് ശാരീരിക അസുഖങ്ങളുണ്ട്, സാരമില്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെയുള്ള സേവനങ്ങൾ ഞാൻ ചെയ്യും. അത് റെസ്ട്രിക്റ്റ് ചെയ്യാൻ എൻ്റെ അസുഖങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ എന്നെ അതിന് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തൽക്കാലം ഞാൻ ചാൻഡിങ്ങും പിന്നെ എന്താണ് നാമജപവും പുസ്തകം വായനയും കൊണ്ട് എനിക്ക് ആ ഒരു ഇൻറ്റേർണലി ഭക്തിനെ പോഷിപ്പിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആന്തരികമായിട്ട് ആ വായനയും പുസ്തക വായനയും പിന്നെ ചാൻഡിങ്ങും കൊണ്ട് ഭക്തിയെ പോഷിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതും ഒരു സേവനമായി ഞാൻ ചെയ്യും. എൻ്റെ ശരീരം അനുവദിക്കുന്ന സമയത്ത്, അതായത് ആ അസുഖങ്ങളൊക്കെ മാറിക്കഴിയുന്ന സമയത്ത് വിസിബിൾ സർവീസ്, അതായത് അമ്പലത്തിൽ പോയി പാചകം ചെയ്യുക, അല്ലെങ്കിൽ സഹായിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള സേവനങ്ങൾ ചെയ്യാൻ എൻ്റെ ശരീരം സമ്മതിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യും. പക്ഷെ എന്തായാലും സേവനം ഞാൻ ചെയ്യും, ഭക്തി ഒരിക്കലും ഞാൻ വിടുകയില്ല. ഇതാണ് ഒരു ഭക്തൻ്റെ സ്റ്റെബിലിറ്റി, സ്ഥിരത എന്ന് പറയുന്നത്. അതാണ് നമ്മൾക്ക് വേണ്ടതും. കുന്തി മഹാറാണി പറയുകയാണ്, എനിക്ക് സന്തോഷമുണ്ടായിരിക്കുന്ന അവസ്ഥയുണ്ട്. ഹസ്തിനപുരത്തിൽ എൻ്റെ മക്കൾ വന്നിട്ട് രാജ അഭിഷേകം ചെയ്തിരിക്കുന്ന അവസ്ഥയുണ്ട് ഇപ്പോൾ, അതായത് കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞിട്ട്. എനിക്ക് സങ്കടങ്ങൾ ഉണ്ടായിരിക്കുന്ന അവസ്ഥയുമുണ്ട്.
അതായത് ഭീമനെ വിഷം കൊടുത്തതും ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതും മറ്റു പല കാര്യങ്ങളും എനിക്ക് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരിക്കലും അങ്ങയെ മറന്നിട്ട് ഒരു ദിവസം ഉണ്ടായിട്ടില്ല. അതാണ് യഥാർത്ഥത്തിൽ ഭക്തൻ ചെയ്യേണ്ടത് എന്നാണ് കുന്തി മഹാറാണിയുടെ ഉദാഹരണം കൊണ്ട് നമ്മൾ പഠിക്കുന്നത്. ആ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസണാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിൽ പഠിച്ചത്. അപ്പം നമ്മൾ 29ാമത്തെ ശ്ലോകമാണ് ലാസ്റ്റ് വായിച്ചത്. അവിടെ എന്താണ് ഭഗവാൻ എന്തിനാണ് ഭൗതിക ലോകത്തിൽ അവതരിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കുകയാണ് കുന്തി മഹാറാണി. മനുഷ്യാവതാരം അല്ലേ? എന്താണ് തെറ്റിദ്ധരിക്കപ്പെടുന്ന മനുഷ്യാവതാരം. ഭഗവാൻ വന്നിട്ട് സച്ചിത് ആനന്ദ വിഗ്രഹനാണ്. അദ്ദേഹത്തിന് ഭൗതിക ലോകത്തിൽ വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എന്തിനു ഭഗവാൻ വന്നു എന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ടും ചിന്തിച്ചിട്ടും പറഞ്ഞിട്ടും ഒക്കെയുണ്ട്. അതെല്ലാം വന്നിട്ട് എന്താണ്? തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കാര്യമാണ്. ആർക്കും അത് മനസ്സിലാക്കാൻ കഴിയുകയില്ല. ആ ലീലകൾ പോലും എന്തിനാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയില്ല. നരസിംഹ അവതാരം എന്തിനാണ് ഉണ്ടായത്? നാരദ മഹർഷി ഹിരണ്യകശിപുവിന് ബ്രഹ്മദേവൻ ഹിരണ്യകശിപുവിന് വരം കൊടുക്കുന്നു. എന്താണ്? മനുഷ്യനോ മൃഗമോ ആയുധങ്ങളോ പകലോ രാത്രിയോ അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഹിരണ്യകശിപു ചോദിച്ചതിനെല്ലാം തഥാസ്തു 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 എന്ന് പറഞ്ഞ് ആര് കൊടുത്തു? ബ്രഹ്മദേവൻ വരം കൊടുത്തു. പക്ഷേ ആ കണ്ടീഷൻസിനെ എല്ലാം വന്നിട്ട് എന്ത് ചെയ്തുകൊണ്ട് മറികടന്നുകൊണ്ട് പ്രഹ്ലാദൻ എന്ന ഭക്തന്റെ പ്രാർത്ഥന സഫലമാക്കാൻ വേണ്ടിയിട്ട് നരസിംഹമൂർത്തി വന്നു. എന്തിനു വന്നു? പ്രഹ്ലാദനെ സംരക്ഷിക്കാൻ വന്നുവോ അതോ ഹിരണ്യകശിപുവിനെ അവസാനിപ്പിക്കാൻ വന്നുവോ? ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലേ? പലതരത്തിൽ വ്യാഖ്യാനിക്കാം. ഒന്ന് പ്രഹ്ലാദന്റെ അല്ലെങ്കിൽ നാരദ മഹർഷിയുടെ ബ്രഹ്മദേവന്റെ അതായത് ഭക്തന്മാരുടെ സൈഡിൽ നിന്ന് ഭഗവാന്റെ അവതാരത്തിനെ കാണാം. 2 ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ, രാവണൻ, കംസൻ തുടങ്ങിയ അസുരന്മാരുടെ സ്ഥലത്തു നിന്ന് ഭഗവാന്റെ അവതാരത്തെ നമ്മൾക്ക് വീക്ഷിച്ചു നോക്കാം. രണ്ട് ഭാഗത്തു നിന്നും വീക്ഷിക്കുമ്പോൾ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള കാരണങ്ങളാണ് ആർക്കുണ്ടാവുന്നത്, ഭഗവാന്റെ അവതാരത്തിൻ്റെ ലക്ഷ്യമായിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷെ അത് കൺഫ്യൂസിങ് ആണ്. രണ്ടും ശരിയാകാം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. പക്ഷേ ഏറ്റവും കൂടുതൽ ഭക്തന്മാരെ പരിപോഷിപ്പിക്കുന്ന, ഭക്തിയെ പരിപോഷിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്ത് കണ്ടീഷൻ വന്നാലും ഭഗവാൻ വന്നിട്ട് സംരക്ഷിക്കാൻ ഉണ്ടാകും. രക്ഷയിഷ്യ ഇതി വിശ്വാസ എന്ന് പറയുന്ന ആ ഒരു ഭക്തിയുടെ ഒരു ഘടകം എന്ന് പറയുന്നത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഭക്തന്മാർക്ക്. അസുരന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ വരേണ്ട ആവശ്യമില്ല. അത് സ്വാഭാവികമായിട്ടുള്ള മരണത്തിനെ കവച്ചു വെക്കാൻ ആർക്കും സാധിക്കുകയില്ല. മൃത്യു സർവഹരശ്ച അഹം എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു. വിശ്വരൂപ ദർശനത്തിൻ്റെ അകത്ത് കാലരൂപം കാണിച്ചിട്ട് അർജുനനോട് പറയുന്നു മൃത്യു സർവഹരശ്ച അഹം എന്ന് പറയുന്നു. അപ്പോൾ നോർമലി ഹിരണ്യകശിപുവും കംസനും ഹിരണ്യാക്ഷനും പിന്നെ എന്തൊക്കെ അസുരന്മാർ, രാവണനും എന്തൊക്കെ ഉണ്ടെങ്കിലും മരണത്തിനെ കവച്ചു വയ്ക്കാൻ അവർക്ക് ആർക്കും കഴിയുകയില്ല. എന്ത് വരം അവർ വാങ്ങിച്ചു കൂട്ടിയാലും സമയം, കാലം എന്ന് പറയുന്നത്, മൃത്യു എന്ന് പറയുന്നത് ഒരു സംഭവ്യമായ വസ്തു തന്നെയാണ് അവർക്ക്. അതിനുവേണ്ടി ഭഗവാൻ വരേണ്ട ആവശ്യമില്ല. പക്ഷേ സീതാമാതാവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ആ വാനരന്മാരുടെ സ്നേഹമസൃണമായിട്ടുള്ള സേവനങ്ങൾക്ക് തിരിച്ച് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് യശോദാമാതാ നന്ദ മഹാരാജാവിനെ പോലെയുള്ള ഭഗവാന്റെ നിത്യസേവകർക്ക് ആനന്ദം പകരാൻ വേണ്ടിയിട്ട് വ്രജത്തിൽ ഗോപികമാർക്ക്, ഗോപന്മാർക്ക്, പക്ഷിമൃഗാദികൾക്ക് എല്ലാം മനോഹരമായ ലീലകൾ കാണിച്ചു തരുവാൻ വേണ്ടിയിട്ട്, പ്രഹ്ലാദ മഹാരാജാവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ദേവകി വസുദേവന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീലകൾ നടത്തുന്ന ഭഗവാനെ വന്നിട്ട് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? കുന്തി ദേവി പറഞ്ഞിരിക്കുന്നത്. ആകയാൽ അവ വഴിതെറ്റിക്കുന്നവയാകുന്നു. 2 വശത്തു നിന്നും ചിന്തിച്ചു നോക്കാം നമുക്ക്. ഏത് വശത്തു നിന്നും ചിന്തിച്ചു നോക്കിയാലും ഇത് എനിക്ക് വേണ്ടിയാണ് എന്ന് ഭക്തൻ കരുതുന്നു, ഇല്ല ഇത് എനിക്ക് വേണ്ടിയാണ് എന്ന് അസുരന്മാർ കരുതുന്നു. ഭക്തന്മാർ അതിനെ വെച്ച് ഭക്തിയെ പരിപോഷിപ്പിക്കുന്നു. അസുരന്മാർ വീണ്ടും വീണ്ടും ഭഗവാനോട് ഹിരണ്യകശിപുവിൻ്റെ ഹിരണ്യാക്ഷൻ്റെയും കാര്യം 7th ക്യാൻറ്റോയിൽ പറയുന്നുണ്ട്.
അവിടെ ഹിരണ്യാക്ഷനെ വരാഹമൂർത്തി വധിച്ചതിന് ശേഷം ഹിരണ്യകശിപു എന്ത് ചെയ്യുന്നു? ഭയങ്കര എന്താണ് ഫിലോസഫി, അതായത് തത്വചിന്ത വന്നിട്ട് മാതാ ദിതിയോടും ഹിരണ്യാക്ഷൻ്റെ ഭാര്യമാരോടും വന്നിട്ട് ഭയങ്കര വാചകം അടിക്കുകയാണ്. വിഷ്ണു എന്ന് പറയുന്നത് സാധാരണ എന്താണ് പക്ഷം ചേരാത്ത ആളാണ്, പക്ഷേ അദ്ദേഹം എന്നൊന്നും വിളിക്കുന്നില്ല, ആ വിഷ്ണു വന്നിട്ട് ദേവന്മാരോട് പക്ഷം ചേർന്നിട്ട് ഹിരണ്യാക്ഷനെ വധിച്ചിരിക്കുന്നു. പക്ഷെ ഹിരണ്യാക്ഷൻ ചെയ്ത കാര്യമൊന്നും അവിടെ ഹിരണ്യകശിപു പറയുന്നതേ ഇല്ല. എന്താണ് ഹിരണ്യാക്ഷൻ ചെയ്യുന്നത്? ഭൂമിദേവിയെ മര്യാദയ്ക്ക് എവിടെയോ ഇരുന്ന ഭൂമിദേവിയെ സ്വന്തം അഹങ്കാരം കൊണ്ട് കുത്തിയിളക്കി കൊണ്ടുവന്ന് കാരണ സമുദ്രത്തിൽ കൊണ്ടുവന്ന് തള്ളിക്കളഞ്ഞതൊന്നും ആര് കാണുന്നില്ല? സഹോദര സ്നേഹം കൊണ്ട് അന്ധനായിട്ടുള്ള ഹിരണ്യകശിപു കാണുന്നില്ല. പക്ഷേ ആ ഭൂമിദേവി പ്രാർത്ഥിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിഷ്ണു വരാഹമൂർത്തിയായിട്ട് വന്ന് ഹിരണ്യാക്ഷനെ വധിച്ചത് ആര് കണ്ടു? ഹിരണ്യകശിപു കണ്ടു. അതാണ് പറയുന്നത്, അസുരന്മാർ അവരുടെ പാർട്ടിൽ കാണും, ഭക്തന്മാർ ആ ഒരു രക്ഷയിഷ്യ വിശ്വാസ എന്ന പേരിൽ ഭഗവാൻ അവതരിക്കുന്നത് തന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് മനസ്സിലാക്കും. അപ്പം അതാണ് കുന്തി മഹാറാണി പറയുന്നത്, അങ്ങേക്ക് സവിശേഷ പ്രീതി ഉളവാക്കുന്ന യാതൊരു വസ്തുവും ഇല്ല, മാത്രമല്ല അങ്ങേക്ക് അസൂയ ഉളവാക്കുന്ന യാതൊരു പൊരുളും. കാരണം എന്താണ്? ഭഗവാൻ ആത്മാരാമനും സെൽഫ് സാറ്റിസ്ഫൈഡുമാണ്. എന്താണ് ഈ ഫ്രണ്ട്, ഫോ എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ ഇംഗ്ലീഷിൽ? അതായത് ശത്രു, മിത്രം എന്ന് പറയുന്നത്. എന്തിനെയാണ് ഈ ശത്രു എന്ന് പറയുന്നത്? എന്തിനെയാണ് ഈ മിത്രം എന്ന് പറയുന്നത്? ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് സ്വീകാര്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തുവിനെ നമ്മൾക്ക് നേടാനോ അല്ലെങ്കിൽ ഒരു ഭൗതികമായിട്ടുള്ള കാര്യത്തിനെ നമ്മൾക്ക് നേടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആളെയാണ് നമ്മൾ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇനി അതിനെ എഗിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ആളെ നമ്മൾ ഫോ അല്ലെങ്കിൽ FOE അല്ലെങ്കിൽ എന്ത് പറയും? ശത്രു എന്ന് പറയും അല്ലേ? നമ്മളുടെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് ബേസിക്. അതിനെ സഹായിക്കുന്ന ആൾ ഫ്രണ്ടും അതിനെ എതിർക്കുന്ന ആൾ ആരാണ്? ശത്രു ആണ്. പക്ഷേ ഈ ഭഗവാന്റെ കാര്യത്തിൽ ഇതെന്താണ്? ഭഗവാൻ എന്താണ് നേടാനുള്ളത്? നമ്മൾ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവാൻ വന്നിട്ട് ആരുടെയെങ്കിലും ഫ്രണ്ട് ആകുന്നത് എന്തെങ്കിലും സാധനം അദ്ദേഹത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണോ? എന്ത് സാധനമാണ് അദ്ദേഹത്തിന് കിട്ടാനുള്ളത്? പ്രത്യേകിച്ചൊരു സാധനം അദ്ദേഹത്തിന് കിട്ടാനില്ലല്ലോ. അതുമാത്രമല്ല, എന്തെങ്കിലും അദ്ദേഹത്തിന് ഉള്ള എന്തെങ്കിലും സാധനത്തിന് ഇല്ലാതാക്കി കളയാൻ ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ? ഇല്ല. ഭഗവാന് ആത്മാരാമനാണ്. ഭഗവാന് നേടാനോ നഷ്ടപ്പെടാനോ ഒന്നുമില്ലാത്തത് കൊണ്ട് അതിനെ സഹായിക്കുന്ന ആൾക്കാരുമില്ല, അതിന് എതിരായിട്ടുള്ള ആൾക്കാരുമില്ല. പക്ഷേ ഭക്തന്മാർ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ലീലയിൽ വന്നിട്ട് പങ്കെടുക്കുന്നത് സ്നേഹം കൊണ്ടുള്ള കൊടുക്കൽ വാങ്ങലാണ് അല്ലെങ്കിൽ ക്രയവിക്രയമാണ്. അത് ഭഗവാന്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്യും. ശത്രുക്കൾ എന്ന് പറഞ്ഞ് ഭഗവാൻ വന്നിട്ട് ആരെയും കാണാനുമില്ല. നോക്കൂ, ഹിരണ്യാക്ഷനെയും ഹിരണ്യകശിപുനെയൊക്കെ ഭഗവാൻ വധിച്ചിട്ട് എന്താണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത്? തിരികെ ഹതാരി ഗതിദായക എന്നാണ് ഭഗവാനെ പറയുന്നത്. ഭഗവാൻ വന്നിട്ട് ആരെങ്കിലും വധിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. കാരണം എന്താണ്? ഗതി, അതായത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യത്തിലേക്കുള്ള പോക്കാണത് അല്ലേ? ഡയറക്റ്റ്ലി വന്നിട്ട് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപ്പും ഒക്കെ ഭഗവാനോട് യുദ്ധം ചെയ്ത് മരണമടയുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ നമ്മുടെ ഭീഷ്മദേവൻ വന്നിട്ട് പറയും, പാർത്ഥ അസ്ത്രപൂത പദമാപുരത്യ. അതായത് പൂത്ത എന്ന് പറഞ്ഞാൽ പൂതന കേട്ടിട്ടുണ്ടല്ലേ? പൂത്ത എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിച്ചത്, പൂതന എന്ന് പറഞ്ഞാൽ അശുദ്ധി അല്ലെങ്കിൽ പ്യൂരിഫൈഡ് അല്ലാത്തത് എന്നാണ് അർത്ഥം. അപ്പോൾ പാർത്ഥ അസ്ത്രപൂത, പാർത്ഥൻ അതായത് പാർത്ഥസാരഥിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ സുഹൃത്ത് പാർത്ഥൻ, അർജുനൻ, അദ്ദേഹത്തിൻ്റെ അസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വന്ന് ശരീരത്തിൽ തറയ്ക്കുമ്പോൾ മുന്നിൽ ഭഗവാനെ കണ്ടുകൊണ്ട് പാർത്ഥൻ എന്ന പരിശുദ്ധ ഭക്തൻ്റെ അസ്ത്രത്താൽ പൂത അതായത് പരിശുദ്ധമാക്കിക്കൊണ്ട് അവരെന്ത് ചെയ്യുകയാണ്? പദം ആപൂരത്യ. എന്ത് പ്രാപിക്കുന്നു? അവരുടെ അൾട്ടിമേറ്റ്, അവരുടെ കർമ്മത്തിനനുസരിച്ച് അവർക്ക് എന്താണോ അൾട്ടിമേറ്റ് ഗെയിൻ കിട്ടാനുള്ളത് ഭഗവാൻ വന്നിട്ട് അവരെ പരിശുദ്ധരാക്കിക്കൊണ്ട് തിരികെ അവർക്ക് എന്ത് മോക്ഷപ്രാപ്തിയാണ് നൽകുന്നത്. സോ അതുകൊണ്ടാണ് ഭഗവാനെ എന്ത് പറയുന്നത്? ഹതാരി ഗതിദായക എന്ന് പറയുന്നത്. വേറെ ആരെയും അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ ഒരാളെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാൾക്ക് ഗതിയൊന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള കഴിവില്ല. പക്ഷേ ഭഗവാന്റെ കാര്യം ഇങ്ങനെയല്ല. അതുകൊണ്ടാണ് ഭഗവാന് സവിശേഷ പ്രീതി ഉളവാക്കുന്ന യാതൊരു വസ്തുവില്ല എന്ന് പറയുന്നതും അസൂയ ഉളവാക്കുന്ന യാതൊരു പൊരുളും ഇല്ല എന്ന് പറയുന്നതും. പക്ഷേ
ചിലർ പറയും ജനങ്ങൾ പക്ഷാഭേദക്കാരനാണെന്നും പറയും ഭഗവാൻ. ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, എന്നിട്ട് എന്തുകൊണ്ട് ഇത് ഇങ്ങനെ സംഭവിക്കുന്നു, ഇയാൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. നമ്മളൊക്കെ കേൾക്കാറുള്ളതാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ കുന്തി മഹാറാണി പറയുകയാണ്, മനസ്സിലാക്കണം എന്താണ് ഭഗവാൻ എന്നുള്ള ആ ഒരു വ്യക്തിത്വത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ശ്ലോകങ്ങൾ അല്ലെങ്കിൽ ഈ പ്രാർത്ഥനകളൊക്കെ വായിക്കുന്നത്. ഇത് വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾക്ക് നേരെ ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. നമ്മളുടെ കാഴ്ച എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള ലോകത്തിൽ നമ്മൾ ഭക്തന്മാർ കാണുന്നതും സാധാരണ ആൾക്കാർ കാണുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. അവരുടെ കാഴ്ച എന്ന് പറയുന്നത് എന്ത് സ്ക്രിപ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അജ്ഞാന തിമിര അന്ധസ്യ, നമ്മളുടെ തിമിരം എന്ന് പറയുന്നത് എന്താണ്? അജ്ഞതയാണ്. അജ്ഞത കൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. നമ്മൾ സൂപ്പർഫിഷ്യലി കാണുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ഹൃദയത്തോട് ചേർത്തെടുക്കും. കാരണം എന്താണ്? ഇയാൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നു, അയാൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നു, എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നു, എനിക്ക് അങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നു. അത് അജ്ഞാനത്തിൻ്റെ തിമിരം കൊണ്ട് നമുക്ക് അന്ധത ബാധിച്ചത് കൊണ്ടാണ്. എന്താണ് ആ തിമിരത്തിനുള്ള ശസ്ത്രക്രിയ? കാറ്ററാക്ട് സർജറി. ആരാണ് ഡോക്ടർ? നമ്മളുടെ ഗുരു. ജ്ഞാന അഞ്ജന ശലാഖയ. ജ്ഞാനം, അതായത് ഈ ഭഗവത്ഗീത, ഭാഗവതം പോലെയുള്ള ധർമ്മഗ്രന്ഥങ്ങളിൽ നിന്നും എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ കർമ്മം, പ്രതികർമ്മം, അകർമ്മം, വികർമ്മം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ആരാണ് ഞാൻ, എന്താണ് ഞാനും ഭഗവാനും തമ്മിലുള്ള ബന്ധം, ഇതെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ സാഹചര്യങ്ങളെ നേരെ കാണാനുള്ള ജ്ഞാന അഞ്ജന ശലാഖയ, അതായത് ആ തിമിരത്തിനുള്ള ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. ജ്ഞാനം കൊണ്ടാണ് ആ തിമിരത്തിനെ മാറ്റുന്നത്. ആ തിമിരത്തിനെ മാറ്റാനുള്ള പ്രക്രിയയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭഗവത്ഗീത, ഭാഗവതം, രാമായണം പോലുള്ള ധർമ്മഗ്രന്ഥങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതോടൊപ്പം. അപ്പോൾ നമ്മൾ ഇനി വായിക്കാൻ പോകുന്നത് 30ാമത്തെ പ്രേയസാണ്. ഇത് ഏകദേശം അവസാനത്തോടടുക്കുന്നു. കുന്തി മഹാറാണിയുടെ പ്രേയസ്, ഭാഗവതത്തിൽ ഒരുപാട് പ്രേയസ് ഉണ്ട്. കുന്തി മഹാറാണിയുടെ പ്രേയസ് അതിൽ ഫസ്റ്റ് പ്രെയറാണ് നമ്മളിപ്പോൾ കണ്ട ഫസ്റ്റ് പ്രെയർ. ഇനി നമ്മൾ ഒരുപാട് പ്രേയസ് കാണും, വളരെ മനോഹരമായിട്ടുള്ള പ്രേയസ്. നമ്മൾക്ക് ഇതുപോലുള്ള പ്രേയസ് എന്ത് ചെയ്യാൻ പറ്റുകയില്ല, കമ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുകയില്ല. കാരണം നമ്മൾ അജ്ഞത ബാധിച്ച ആൾക്കാരായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള പ്രേയസ് വന്നിട്ട് ഹൃദിസ്ഥമാക്കുന്നതും അത് ഭഗവാന്റെ മുന്നിൽ വന്നിട്ട് ജപിക്കുന്നതും അത് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതും വന്നിട്ട് വളരെയധികം നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഭക്തിയെ പരിപോഷിപ്പിക്കുന്നു. അപ്പം നമുക്ക് നമ്മളുടെ ഭാഗവതം 30ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പം നമുക്ക് വായിച്ചു നോക്കാം. ജന്മ കർമ്മ ച വിശ്വാത്മൻ അജസ്യ കർത്തുരാത്മനഃ തിര്യാൻ ഋഷീഷു യാദാശു തദത്യന്ത വിഡംബനം. ജന്മ കർമ്മ ച വിശ്വാത്മൻ അജസ്യ കർത്തുരാത്മനഃ തിര്യാൻ ഋഷീഷു യാദാശു തദ് അത്യന്ത വിഡംബനം. ജന്മ കർമ്മ ച വിശ്വാത്മൻ അജസ്യ കർത്തുരാത്മനഃ തിര്യാൻ ഋഷീഷു യാദാശു തദ് അത്യന്ത വിഡംബനം. നമുക്ക് നോക്കാം എന്താണ് പ്രഭുപാദ് വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ തന്നിരിക്കുന്നത്. ജന്മ കർമ്മ ച. ച എന്ന് പറഞ്ഞാൽ രണ്ടും, അതായത് ജന്മവും കർമ്മവും അല്ലെങ്കിൽ ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം, അതിൻ്റെ ആ ഒരു ഇതെല്ലാം അതെല്ലാം എന്ന് പറയുന്നതിനുള്ള വാക്കാണ് ച. അപ്പോൾ ജന്മ കർമ്മ ച എന്ന് പറഞ്ഞാൽ ജന്മം എന്ന് പറഞ്ഞാൽ ജനിക്കുന്നത്, കർമ്മം എന്ന് പറഞ്ഞാൽ
പ്രവർത്തികൾ, ചെയ്യുന്ന പ്രവർത്തികൾ. ആരുടെ? വിശ്വാത്മൻ. ആരാണ് വിശ്വാത്മൻ എന്ന് പറയുന്നത്? ഭഗവാനെയാണ് ഇവിടെ കുന്തിദേവി വിശ്വാത്മൻ എന്ന് വിളിക്കുന്നത്. എന്താണ്? വിശ്വ പ്രപഞ്ച തേജസ്, വിശ്വത്തിനും ആത്മാവായവൻ എന്നാണ് പറയുന്നത്. ഓക്കെ, സോൾ ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയും. ആരാണ് ആ വിശ്വാത്മൻ? അജസ്യ. അജ എന്ന് പറഞ്ഞാൽ ജനനമില്ലാത്തവൻ. അജസ്യ എന്ന് പറഞ്ഞാൽ ആ ജനനമില്ലാത്തവൻ്റെ. അസ്യ, അസ്യ എന്ന് പറഞ്ഞാൽ അവൻ്റെ അല്ലെങ്കിൽ ഇവൻ്റെ എന്ന് നമ്മൾ പറയില്ലേ, അതിനെയാണ് അസ്യ എന്ന വാക്കുകൊണ്ട് പറയുന്നത്. അപ്പോൾ അജസ്യ എന്ന് പറഞ്ഞാൽ ജനനം ഇല്ലാത്തവൻ്റെ. നോക്കൂ, ഇവിടെ ആദ്യം പറയുന്നു ജന്മം ഭഗവാന്റെ എന്ന്, എന്നിട്ട് പറയുന്നു ജനനരഹിതനായവനാണെന്ന് ഭഗവാൻ. എന്താണ് പറയാൻ കാരണം നമുക്ക് നോക്കാം. അപ്പോൾ ജന്മകർമ്മച്ച വിശ്വാത്മൻ അജസ്യ അകർത്തൂർ. നേരത്തെ പറഞ്ഞു കർമ്മ, അതായത് ഭഗവാൻ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞു ജനിക്കണു, പിന്നെ പറഞ്ഞു പ്രവർത്തിക്കുന്നു. ആര്? പക്ഷേ അജസ്യ അകർത്തു. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല, അദ്ദേഹത്തിന് ജനിക്കേണ്ട കാര്യവുമില്ല. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ടല്ലേ, എനിക്ക് പ്രത്യേകിച്ച് ചെയ്യേണ്ടതായിട്ട് കർമ്മങ്ങളൊന്നുമില്ല, എങ്കിലും ഞാൻ കർമ്മം ചെയ്യുന്നു എന്നും ഭഗവാൻ പറയുന്നുണ്ട്. ആത്മനഹ. ആത്മനഹ എന്ന് പറഞ്ഞാൽ വൈറ്റൽ എനർജി എന്നാണ് പ്രഭുപാദ് ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതായത് പ്രമുഖ ശക്തി. അതായത് ആ ഒരു ശക്തിയുടെ എവിടെയൊക്കെയാണ് ഭഗവാൻ വന്നിട്ട് ജനിക്കുന്നത്? തിര്യക്, നൃ, ഋഷി, യാദഹ. എവിടെയൊക്കെയാണ് ഭഗവാൻ ജനിക്കാത്തത് എന്ന് ചോദിക്കൂ. ജനിക്കാത്തത് മീൻസ് അവതരിക്കാത്തത്. തിര്യക്, മൃഗങ്ങളിൽ നമ്മൾ കണ്ടു. എവിടെയാണ് മൃഗമായിട്ട് ഭഗവാൻ ജനിക്കുന്നത്? ഹിരണ്യകശിപുവിനെ വധിക്കാൻ വേണ്ടിയിട്ട് നരസിംഹ അവതാരത്തിൽ ഭഗവാൻ വരുന്നു, കൂർമ്മ അവതാരത്തിൽ ഭഗവാൻ വരുന്നു, മത്സ്യ അവതാരത്തിൽ ഭഗവാൻ വരുന്നു. പിന്നെ എന്താണ്, അങ്ങനെ ഒരുപാട് അവതാരങ്ങളും. ഹയഗ്രീവ എന്ന് പറയുന്നത് കുതിരയുടെ അവതാരത്തിൽ വരുന്നു, വരാഹ അവതാരത്തിൽ വരുന്നു. എത്രയൊക്കെ അവതാരങ്ങളിലാണ് ഭഗവാൻ മൃഗ രൂപത്തിൽ വന്നിരിക്കുന്നത്. പക്ഷെ അതൊന്നും വെറും മൃഗമല്ല. ആ മൃഗം എന്ന് പറയുന്നത് ആരാണ്? അത് ഭഗവാന്റെ അവതാരമായതുകൊണ്ട് തന്നെ അതെന്താണ്? സച്ചിത് ആനന്ദ വിഗ്രഹം തന്നെയാണ്. നരനായിട്ട്, രാമചന്ദ്രമൂർത്തിയായിട്ടും ചൈതന്യ മഹാപ്രഭുവായിട്ടും കൃഷ്ണൻ സ്വയം വന്നിട്ട് ഗോലോക വൃന്ദാവനത്തിൽ ഗോകുലത്തിൽ വന്നിട്ട് നന്ദമഹാരാജാവിൻ്റെ മകനായി വന്ന് വിവിധ ലീലകൾ ആടിയതും, വേറെ എന്തൊക്കെ ലീലകൾ, നമ്മൾ ലീലാവതാരങ്ങൾ, ഗുണാവതാരങ്ങൾ, അങ്ങനെ ഒരുപാട് അവതാരങ്ങൾ കണ്ടില്ലേ. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഓരോരോ അവതാരങ്ങൾ, 22-ൽ കൂടുതൽ അവതാരങ്ങളെ നമ്മൾ എണ്ണമിട്ട് പറഞ്ഞു. പക്ഷെ എന്നിട്ടും ഭഗവാന്റെ അവതാരങ്ങൾ എണ്ണമറ്റതാണ്, സമുദ്രത്തിലെ അലകൾ പോലെ എണ്ണമറ്റതാണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതുപോലെ എന്തോരം അവതാരങ്ങളാണ് ഭഗവാൻ ഉള്ളത്. ഋഷിമാരിൽ നരനാരായണ ഋഷി, ദത്താത്രേയ എന്ന് പറയുന്ന ഒരുപാട്, ശുഗദേവ ഗോസ്വാമി, വ്യാസമഹർഷി, ഇവരെല്ലാം വന്നിട്ട് ഭഗവാന്റെ അവതാരങ്ങൾ തന്നെയാണ്. ജലത്തിൽ യാദഹസു, നമുക്കറിയാം, മത്സ്യാവതാരം, കൂർമ്മ അവതാരം, ഇതെല്ലാം എന്തൊക്കെ സ്പീഷീസിലാണ് ഭഗവാൻ അവതരിക്കാത്തത്? ഇതെല്ലാം അത്യന്ത വിഡംബനം, എന്താണ്, വിഭ്രമിപ്പിക്കുന്നതാണ്. അല്ലയോ വിശ്വപ്രപഞ്ച തേജസ്സേ, അങ്ങ് നിഷ്ക്രിയനായി കാണപ്പെടുന്നുവെങ്കിൽ തന്നെയും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ജീവാധാരമായ അടിസ്ഥാന ശക്തിയും അങ്ങു തന്നെയാണ്. ജനനമില്ലാത്തവനാകയാൽ അജൻ അങ്ങയെ അവതാരം എന്ന് വിശേഷിപ്പിക്കുന്നു. അങ്ങ് സ്വയം മനുഷ്യരിലും മൃഗങ്ങളിലും ഋഷിമാരിലും സമുദ്രജീവികളിലും അവരോഹണം ചെയ്തിരിക്കുന്നു. സത്യത്തിൽ ഇത് വിഡംബനം, വിഭ്രമജനകം തന്നെയാണ്. കാരണം എന്താണ്? ഭഗവാന്റെ ഈ ഒരു കർമ്മം എന്ന് പറയുന്നത് ഒന്നും അദ്ദേഹത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയില്ല അല്ലേ. നമ്മളൊരു കർമ്മം ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ അത് നിർബന്ധിതരായതുകൊണ്ടാണ്. രാവിലെ എഴുന്നേറ്റ് ഹോസ്പിറ്റലിൽ പോകണം, അതിന് മുന്നേ ഭക്ഷണം കഴിക്കണം, അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യണം. ഉച്ചയ്ക്ക് കൊണ്ടുപോകണം, പ്രസാദം കഴിക്കണം, അതുകൊണ്ട് ഉച്ചയ്ക്കുള്ള ലഞ്ച് കുക്ക് ചെയ്ത് പാക്ക് ചെയ്ത് കൊണ്ടുപോകണം. ഇതെല്ലാം നമ്മൾ നിർബന്ധിതരായതുകൊണ്ടാണ് ചെയ്യുന്നത് അല്ലേ. ഭഗവാൻ എന്തിനാണ് നിർബന്ധം? ഭഗവാൻ ഒരു നിർബന്ധവും ഇല്ല. ആത്മാരാമ, ആനന്ദരമണ എന്നൊക്കെ നമ്മൾ ഭഗവാനെ പറയൂ അല്ലേ.
എന്തുകൊണ്ടാണ്? ഭഗവാന് ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. കാരണം എന്താണ്? സെൽഫ് സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ എങ്കിലും അദ്ദേഹം ഭക്ഷണം കഴിക്കണം എന്തുകൊണ്ടാണ്? യശോദമാത സ്നേഹത്തോടുകൂടി പത്മഗന്ധ പശുക്കളെ കറന്ന് പാലെടുത്ത് എൻ്റെ കൃഷ്ണന് അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് പുറത്തു പോയി മോഷ്ടിച്ച് കഴിക്കേണ്ട ആവശ്യം വരരുത് എന്ന് വിചാരിച്ചിട്ട് ദീപാവലി ദിവസം എന്ത് ചെയ്യുന്നു? പാട്ടൊക്കെ പാടിക്കൊണ്ട് യശോദാമാത തൈര് കടഞ്ഞ് നല്ല വെണ്ണ എടുത്തിട്ട് നല്ല നല്ല മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കും. അത് ഭഗവാൻ കഴിക്കുന്നത് യശോദാമാതാവിനോടുള്ള സ്നേഹം കൊണ്ടാണ്. ഗോപിമാർ പറയും, ഒരു കുടത്തിൽ ഞാൻ മോര് തരാം, നീ ഡാൻസ് കളിച്ച് കാണിക്കണം. കുണ്ടലങ്ങൾ, മകരകുണ്ടലങ്ങൾ ആടുന്നത് പോലെയും പിന്നെ അളകങ്ങളെല്ലാം ഇളകുന്നത് പോലെയും കിങ്ങിണിയും മണിയും ഒക്കെ കിലുങ്ങുന്നത് പോലെയും ഭഗവാൻ നൃത്തം ചെയ്ത് കാണിക്കും. എന്തിനാണ്? ഭഗവാൻ ആ മോരിന് വേണ്ടിയിട്ടാണോ നൃത്തം ചെയ്ത് കാണിക്കുന്നില്ല, ആ ഗോപിമാരുടെ സ്നേഹത്തിന് റെസിപ്രോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്താണ്? യശോദാമാതാവ് തന്നുവിട്ട ആ ഒരു തൈര് സാദം വന്നിട്ട് ഇടത്ത് കൈയിൽ പിടിച്ചിട്ട് ഭഗവാൻ എല്ലാവരെയും അന്വേഷിച്ച് നടന്നു. ബ്രഹ്മദേവൻ വന്നിട്ട് തൻ്റെ കൂട്ടുകാരെ എല്ലാം എവിടെ കൊണ്ടുപോയി? അദ്ദേഹത്തിൻ്റെ സത്യലോകത്തിൽ കൊണ്ടുപോയി. ഒറ്റ മിനിറ്റ് തിരിച്ചു കൊണ്ടുവന്നപ്പോഴേക്കും 1 വർഷം കഴിഞ്ഞു. ബ്രഹ്മവിമോഹന ലീല. ആ തൈര് സാധവും പിടിച്ചുകൊണ്ട് ഭഗവാൻ അവരെല്ലാം അന്വേഷിച്ച് നടന്നു. എവിടെ പശുക്കൾ, എവിടെ തൻ്റെ കൂട്ടുകാർ എന്ന് അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ അന്വേഷിച്ച് നടന്നത്? എവിടെയാണ് എന്ന് അദ്ദേഹത്തിന് അറിയാൻ പാടില്ല. എന്താണ് ആ ലീല? അത് കഴിഞ്ഞ് തിരിച്ച് ബ്രഹ്മദേവൻ വന്ന് ബ്രഹ്മദേവന്റെ 4 ശിരസിലുള്ള കനക കിരീടങ്ങൾ വന്നിട്ട് ഭഗവാന്റെ കാൽക്കൽ മുട്ടുന്നത് പോലെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? മാപ്പ് അപേക്ഷിക്കുന്നു. അപ്പോഴും ആ തൈരസാദം അവിടെ ഇരിപ്പുണ്ട് ഭഗവാന്റെ കയ്യിൽ. ഇങ്ങനെ എന്താണ്? ഇടത്ത് കൈ കൊണ്ട് ഭക്ഷിക്കുന്നതെന്നും പറഞ്ഞിട്ട് ഭഗവാൻ എങ്ങനെയാണ് ഭക്ഷിക്കേണ്ടതെന്നും പോലും അറിയില്ല എന്നാണ് ബ്രഹ്മദേവൻ ചിന്തിച്ചുകൊണ്ട് വിമോഹിതനായി പോയത്. പക്ഷേ എന്തിനാണ് ഭഗവാൻ അങ്ങനെയുള്ള ലീലകൾ ചെയ്യുന്നത്? റെസിപ്രൊക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് പറഞ്ഞത്. ആ ഒരു ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുകയില്ല, ഭക്തന്മാർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അത് അവരുടെ കുഴപ്പമല്ല. അവരതിന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ, ഒരു ഗുരുവിനെ സ്വീകരിച്ച് എന്തുകൊണ്ട് ഭഗവാൻ ഈ തരത്തിൽ പ്രവർത്തിക്കുന്നു എന്ന്, അല്ലെങ്കിൽ ആരാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിഷ്പ്രയാസം ഗുരു അവർക്ക് എന്ത് ചെയ്തു കൊടുക്കും? ആ കാഴ്ച അല്ലെങ്കിൽ ആ കണ്ണുകൾക്ക് ജ്ഞാനം പകർന്നു കൊടുക്കും. ഭാഗവതം, ഭഗവത്ഗീതയിലെല്ലാം വിവരിച്ച് കാണിച്ചിരിക്കുന്നു എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന്. അത് മനസ്സിലാക്കാൻ ഒരു ഭക്തന് മാത്രമേ കഴിയുകയുള്ളൂ. മറ്റുള്ള ആൾക്കാർ അതുകൊണ്ട് തന്നെ വിഭ്രമജനകമായ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയില്ല, കുറ്റം പറയുകയും ചെയ്യും. ഇല്ലേ? ഓക്കെ, അപ്പൊ എന്ത് പറയുന്നു? തവേഹമാനസ്യ നൃണാം വിഡംബനം. അതുകൊണ്ടാണ് ഈ വിഡംബനം എന്നുള്ള വാക്ക് ഉദ്ദേശിച്ചിരിക്കുന്നത്. വിഡംബനം എന്ന് പറയുന്നത് ആരെ ഉദ്ദേശിച്ചാണ്? ഭക്തന്മാരെ ഉദ്ദേശിച്ചല്ല വിഡംബനം പറഞ്ഞിരിക്കുന്നത്. ആരെ ഉദ്ദേശിച്ചിട്ടാണ്? മനസ്സിലാക്കാത്ത ആൾക്കാർക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ്. എല്ലാം തുറന്നിട്ടിരിക്കുകയാണ് ഭഗവാൻ. നോക്കൂ, ഇതിൻ്റെ അകത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്, വായിച്ചു നോക്കൂ, മനസ്സിലാക്കൂ, ഗുരുവിനോട് ചോദിക്കൂ, വൈഷ്ണവരോട് ചോദിക്കൂ, എല്ലാവരുടെ അടുത്തും ചോദിച്ച് മനസ്സിലാക്കൂ. വേണ്ട, എന്താണ്? എനിക്കറിയേണ്ട ആഗ്രഹമില്ല, എനിക്കറിയേണ്ട കാര്യമില്ല, എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയണ്ട എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇതൊരു പിന്നെ ഒരു സമയത്ത് അവർ ചോദിക്കും, എന്തുകൊണ്ട് അങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെ? അത് അവരുടെ കുഴപ്പമാണ്. എന്താണ്? വിഭ്രമജനകമായിട്ടുള്ള കാര്യം. ഭഗവാന്റെ അവതാരം വിഭ്രമജനകമല്ല, വിഡംബനമല്ല. ഇവര് അതേ ഈ വിഡംബനമാക്കുന്നതാണ്. അല്ലേ? സാധാരണ ഭക്തന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ വിഡംബനം എന്ന് പറയേണ്ട കാര്യമില്ല, എന്തിനാണ് ഭഗവാൻ അവതരിക്കുന്നത് എന്നവർക്ക് മനസ്സിലാകും. പിന്നെ എന്താണ്? നയസ്യ കശ്ചിത് ദയിതോസ്തി കർഹിച്ചിത്. സോറി, ഇത് അടുത്ത ശ്ലോകത്തിൻ്റെയാണ്. ഓൾറെഡി നമ്മൾ 29th ശ്ലോകത്തിലാണ്. ഓക്കെ, ശരി. അപ്പോൾ 30ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു എന്തിനാണ് ഭഗവാൻ വന്നിട്ട് അത്യന്ത വിഡംബനം, ഇത് വിഭ്രമജനകമാകുന്നത് എങ്ങനെയാണ് എന്ന്. ഇനി ഒരു കാര്യമുണ്ട്, ഭഗവാൻ അവതരിക്കുമ്പോൾ ഭഗവാൻ പാർഷ്യാലിറ്റി കാണിക്കുന്നില്ല. ഈക്വൽ ആയിട്ടുള്ള ഓപ്ഷൻസ് ഭഗവാൻ കൊടുക്കും. നമുക്ക് നരസിംഹാവതാരം തന്നെ എടുക്കാം. ആ അവതാരം വരുന്നതിന് മുന്നേ ലോർഡ് വിഷ്ണു പ്രഹ്ലാദൻ എങ്ങനെയാണോ വാസുദേവ, ഓം നമോ നാരായണായ എന്നൊക്കെ വിളിച്ചത്, അതേ മന്ത്രം ജപിക്കാനും അതേ മെൻറ്റാലിറ്റി വളർത്താനും
ആർക്ക് അവസരമുണ്ടായിരുന്നു? ആ അസുരന്മാർക്കും അവസരമുണ്ടായിരുന്നു. ആരാണ് തെരഞ്ഞെടുത്തത്? ഭഗവാനെ പ്രഹ്ലാദ് മഹാരാജ്. ആരാണ് തെരഞ്ഞെടുക്കാത്തത്? ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ. പാർഷ്യാലിറ്റി അപ്പോൾ ആരാണ് കാണിച്ചത്? വിഷ്ണു ആണോ കാണിച്ചത്? അല്ല. വിഷ്ണു ഗേവ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. ഒരേ തരത്തിലുള്ള ഓപ്ഷൻസ് ആണ് കൊടുത്തത്. പ്രഹ്ലാദ മഹാരാജാവ് വിഷ്ണുവിനെ തെരഞ്ഞെടുത്തു. ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ തെരഞ്ഞെടുത്തില്ല അല്ലേ? അപ്പോൾ പാർഷ്യാലിറ്റി ആരാണ് കാണിക്കുന്നത്? നമ്മളാണോ കാണിക്കുന്നത്? ഭഗവാനാണോ കാണിക്കുന്നത്? വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ വന്നിട്ട് ഒരു ഉദാഹരണത്തിൽ പറയുന്നു, സൂര്യൻ ഉദിക്കുമ്പോൾ ചക്രവാക പക്ഷികൾ സന്തോഷം കൊണ്ട് തുള്ളിത്തുളുമ്പും. ചക്രവാക പക്ഷികൾക്ക് സൂര്യൻ്റെ ഉദയം കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര സന്തോഷമാണ്. കാരണം പ്യുവറായിട്ടുള്ള സൺലൈറ്റ് അവർ അത്രയധികം വന്നിട്ട് എന്ത് ചെയ്യുന്നു? ആസ്വദിക്കുന്ന ആൾക്കാരാണ് പക്ഷികൾ. പക്ഷേ മൂങ്ങ, അതേപോലെ തന്നെ കള്ളന്മാർ, അവർ ഈ പകൽ വെളിച്ചത്തിൽ ആസ്വദിക്കുന്നുണ്ടോ? ഇല്ല. അവരെപ്പോഴാണ് ആസ്വദിക്കുന്നത്? രാത്രി കാലങ്ങളിൽ സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോഴാണ് അവർ ഈ അവരുടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും. സൂര്യനാണോ പാർഷ്യൽ, അതോ ഇവരുടെ ഈ ഒരു ആക്ടിവിറ്റിയാണോ പാർഷ്യൽ എന്ന് പറയുന്നത്? വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ വളരെയധികം മനോഹരമായ ഉപമയിൽ പറയുന്നു, സൂര്യൻ ഈ കള്ളന്മാർക്കും മൂങ്ങകൾക്കും ഒക്കെ പാർഷ്യലായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണോ? അല്ല. എന്താണ് പാർഷ്യാലിറ്റി? സൂര്യനല്ല. സൂര്യൻ്റെ പ്രകാശത്തിൽ വന്നിട്ട് അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവർ ചെയ്യുന്നത് കൊണ്ടാണ് അവർ രാത്രിയാവാൻ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാൻ റെസിപ്രോക്കലാണ്. കൃഷ്ണ എന്ന് പറയുന്നത് എന്താണ്? പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തിയുപഹൃതം അശ്നാമി പ്രയതാത്മന. എന്ത് തന്നാലും ഭഗവാൻ സ്വീകരിക്കും. എന്ത് സ്വീകരിക്കും? ഭക്തി സ്വീകരിക്കും. പിന്നെ എന്താണ് പറയുന്നത്? യേ യഥാമാം പ്രപദ്യന്തേ താംസ്തദൈവ ഭജാമി അഹം. എന്നെ എങ്ങനെയാണോ അപ്രോച്ച് ചെയ്യുന്നത് അതിനനുസരിച്ച് ഞാൻ അവർക്ക് റെസിപ്രോക്കേറ്റ് ചെയ്യും. ഇത് പാർഷ്യാലിറ്റി അല്ല, ഇത് റെസിപ്രോക്കേഷനാണ്. കൃഷ്ണ ഈസ് നോട്ട് പാർഷ്യൽ. ഭഗവാൻ വന്നിട്ട് പാർഷ്യൽ അല്ല, റെസിപ്രോക്കലാണ് എന്നാണ് പറയുന്നത്. എന്താണ്? നമ്മളുടെ ഭാവമനുസരിച്ചാണ് ഭഗവാൻ നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്? തിരികെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. ഒരമ്മ കുട്ടിയെ നോർമലി സ്നേഹത്തോടു കൂടി എടുത്ത് കെട്ടിപ്പിടിക്കും. കുട്ടി നല്ല കാര്യമായിട്ട് അമ്മയെ സ്നേഹത്തോടു കൂടിയുള്ള പ്രവൃത്തികളെല്ലാം ചെയ്ത് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് അമ്മ എടുത്ത് കെട്ടിപ്പിടിക്കും. അതേ അമ്മ തന്നെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടീനെ നല്ലതായിട്ട് വഴക്ക് പറയുകയും ചെയ്യും, വേണമെങ്കിൽ 2 എണ്ണം കൊടുക്കുകയും ചെയ്യും. ഇത് ആവശ്യമാണ്. കാരണം ആ തെറ്റ് കറക്റ്റ് ചെയ്യേണ്ടത് അമ്മയുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അമ്മ പാർഷ്യലാണോ കുട്ടിയോട്? അല്ല. കാരണം എന്താണ്? കുട്ടിയുടെ അപ്രോച്ച് എങ്ങനെയാണോ അതിനനുസരിച്ച് അമ്മ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു. ഭഗവാനും ഇതുപോലെ തന്നെയാണ്. പിതാം അഹസ്യ ജഗതാം മാതാ ധാതാ പിതാമഹ. ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു ഭഗവത്ഗീതയിൽ, ഞാൻ വന്നിട്ട് ജഗത്തിൻ്റെ പിതാവാണ്, മാതാവാണ്. അമ്മയും അച്ഛനും എങ്ങനെയാണ് കുട്ടികളോട് പെരുമാറുന്നത് അല്ലെങ്കിൽ നമ്മളോട് പെരുമാറുന്നത്? നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യം ഭഗവാന്റെയാണ്. കാരണം എന്താണ്? അദ്ദേഹത്തിന് നമ്മളോട് അത്രയ്ക്ക് സ്നേഹമാണ്. അപ്പം നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതികർമ്മം മായാദേവി വഴി നമുക്ക് കിട്ടും. നല്ലത് ചെയ്താൽ അതിനുള്ളത് കിട്ടും. അത് ഭഗവാൻ പാർഷ്യലായതുകൊണ്ടല്ല, നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ്. ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഭഗവാൻ എല്ലാവർക്കും കൊടുക്കും സറണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ചിലർ സ്വീകരിക്കില്ല, ചിലർ സ്വീകരിക്കും. അത് ഭഗവാന്റെ പാർഷ്യാലിറ്റി അല്ല, നമ്മളാണ് പാർഷ്യലാകുന്നത്. സമോഹം സർവഭൂതേഷു ന മേ ദ്വേഷു അസ്തി ന പ്രിയഃ യേ ഭജന്തി തു മാം ഭക്തിയാ മയി തേ തേഷു ചാപ്യഹം. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. സമോ അഹം സർവഭൂതേഷു, ഞാൻ എല്ലാവർക്കും സമനാണ്. സർവഭൂതേഷു ന മേ ദ്വേഷു, ദേഷ്യപ്പെട്ടിട്ട് ഒന്നും ഭഗവാന് കിട്ടാനില്ല നമ്മളോട്. ന പ്രിയഃ, നമുക്ക് ഭഗവാന് ഒന്നും കൈക്കൂലി കൊടുത്ത് നേടാനും പറ്റുകയില്ല. കാരണം അദ്ദേഹത്തിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല തന്നെ. പക്ഷേ യേ ഭജന്തി തു മാം ഭക്തിയാ, ആരാണോ ഭക്തിപൂർവ്വം എന്നെ ഭജിക്കുന്നത്, മൈ തേ തേഷു ചാപ്യഹം, അവൻ എന്നിൽ വസിക്കും, ഞാൻ അവനിലും വസിക്കും. ഇത് പാർഷ്യാലിറ്റി അല്ല, ഇത് റെസിപ്രോക്കേഷനാണ്.
എന്താണ്, ഒരു വ്യക്തി നോർമലി ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മളും ചെയ്യാറുണ്ട്. ഭഗവാനും ഒരു വ്യക്തിയാണ്, ഭഗവാനും റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം ഭഗവാൻ പാർഷ്യലാണെന്നല്ല. ഈ അപ്രോച്ച് എങ്ങനെ ചെയ്യണം എന്ന് ഈ അപ്രോച്ച് ചെയ്യുന്ന വ്യക്തിയാണ് തീരുമാനിക്കുന്നത്. അതായത് ഞാനാണ് തീരുമാനിക്കുന്നത്, എനിക്ക് ദേഷ്യമാണോ ഭഗവാന്റെ അടുത്തു നിന്ന് കിട്ടാനുള്ളത്, അതോ എനിക്ക് എന്താണ് സ്നേഹമാണോ ഭഗവാന്റെ അടുത്ത് കിട്ടാനെന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്, ഭഗവാനല്ല തീരുമാനിക്കുന്നത്. നമ്മൾ അങ്ങനെ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് ഭഗവാൻ റെസിപ്രോക്കേറ്റ് ചെയ്യുക മാത്രമേ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഭഗവാൻ അതുകൊണ്ടാണ് ഇത് അത്യന്ത വിഡംബനം. ഇതൊക്കെ ചിന്തിച്ച് പ്രാന്താകുന്ന ആൾക്കാരാണ് അവിശ്വാസികൾ അല്ലെങ്കിൽ അഭക്തന്മാർ. ഭക്തന്മാർക്ക് ഇതൊന്നും വന്നിട്ട് വിഡംബനമല്ല. ഇതൊക്കെ ഭഗവാന്റെ റെസിപ്രോക്കേഷൻസ് ആണെന്ന് ഭക്തന്മാർക്ക് മനസ്സിലാകും. ഓക്കെ, ഇനി അടുത്ത ശ്ലോക 31. ശ്ലോകം. ഇത് നമ്മൾ കുറച്ച് നീളമുള്ള ശ്ലോകമാണ്. ഇത് നമ്മൾ ബ്രഹ്മസംഹിത ട്യൂണിലാണ് വായിക്കുന്നത്. നമ്മൾ സാധാരണ 2 ട്യൂൺസ് ഇതുവരെ പഠിച്ചു. ഒന്ന് അനുഷ്ടുപ് ഛന്ദസ്സിലും, 2 അതിനേക്കാട്ടിലും കുറച്ചും കൂടെ സിലബിൾസ് കൂടുതലുള്ള ഒരു ഛന്ദസ്സിലും നമ്മൾ വായിച്ചു. ഇത് കുറച്ചും കൂടെ വലുതായതുകൊണ്ട് നമ്മൾ ബ്രഹ്മസംഹിത വായിക്കുന്ന ട്യൂണിലാണ്. ഈശ്വര പരമ കൃഷ്ണ അത് കഴിഞ്ഞിട്ട് ഉള്ള ചിന്താമണി പ്രകരസത്മസു കൽപ്പവൃക്ഷ ലക്ഷാവൃതേഷു സുരഭിർ അഭിപാലയന്തം ലക്ഷ്മീ സഹസ്രശതസംഭ്രമ സേവ്യമാനം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഈ ട്യൂണിലാണ് നമ്മൾ ഈ ശ്ലോകം, അതായത് ഇതിൻ്റെ സിലബിൾസ് ഈക്വലാണ്. ഏകദേശം 19 to 21 സിലബിൾസ് ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ട്യൂണിലാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. ഗോപ്യാദതേ ത്വയി കൃതാഗസിദാമതാവത് യാതേ ദശാശ്രുകലിലഞ്ജന സംഭ്രമാക്ഷം വക്ത്രം നിനീയ ഭയഭാവനയാ സ്ഥിതസ്യ സാമാം വിമോഹയതി ഭീർ അപി യത് ബിഭേതി. ഗോപ്യാദതേ ത്വയി കൃതാഗസിദാമതാവത് യാതേ ദശാശ്രുകലിലഞ്ജന സംഭ്രമാക്ഷം വക്ത്രം നിനീയ ഭയഭാവനയാ സ്ഥിതസ്യ സാമാം വിമോഹയതി ഭീർ അപി യത് ബിഭേതി. ഒന്നും കൂടി വായിക്കാം. ഗോപ്യാദതേ ത്വയി കൃതാഗസിദാമതാവത് യാതേ ദശാശ്രുകലിലഞ്ജന സംഭ്രമാക്ഷം വക്ത്രം നിനീയ ഭയഭാവനയാ സ്ഥിതസ്യ സാമാം വിമോഹയതി ഭീർ അപി യത് ബിഭേതി. ഇതെന്തിനാണ് ഇപ്പോൾ കുന്തി മഹാറാണി ഇവിടെ ദാമോദര ലീല വർണ്ണിക്കുന്നത്? ഏറ്റവും വിഡംബനമായിട്ടുള്ള കാര്യമാണ് ഈ ദാമോദര ലീലയെ വർണ്ണിച്ചുകൊണ്ട് കുന്തിമാരാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞത്? അങ്ങ് ഈ ദേവന്മാരിലും തിര്യക്കുകളിലും നരന്മാരിലും ഋഷിമാരിലും ഒക്കെ അവതരിച്ചിരിക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് ഭയങ്കര വിഡംബനമാണ്. അതായത് അത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എന്നിട്ട് പറയുകയാണ്, നോക്കൂ അങ്ങ്, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങ് വന്നിട്ട് ആ ദാമോദര ലീല ചെയ്തത്? എത്ര മനോഹരമായിട്ടുള്ള ആ ദാമോദര ലീല. കൃഷ്ണന് എന്താണ് ഇവിടെ നോക്കൂ, എന്താണ് പറയുന്നത്? ഗോപി. ആരാണ് ഗോപി? ഭഗവാന്റെ അമ്മ, യശോദ മാത. ഗോപ്യാദതേ ത്വയി കൃതാഗസി ദാമതാവത്. ഗോപി ആദത്തെ എന്തെടുത്തു? കയറെടുത്തു യശോദാമാത. എന്തിനാണ് കയറെടുത്ത്? ദാമ എന്ന് പറഞ്ഞാൽ കയറ്. എന്തിനാണ്? താവത്. അങ്ങ് വന്നിട്ട് എന്ത് ചെയ്യുകയാണ്? കൃതാഗസി, കുരുത്തക്കേട് കാണിച്ചതിനാണ്.
എന്ത് ചെയ്തിരിക്കുന്നത്? ദാമം എടുത്തത് അല്ലേ? നമ്മൾ കുട്ടികളെ വന്നിട്ട് ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് വടിയെടുക്കുന്നതും കെട്ടിയിടാൻ വേണ്ടിയിട്ട് തോർത്തെടുക്കുന്നതും കമ്പെടുക്കുന്നതും കയറെടുക്കുന്നതും ഒക്കെ എന്തിനാണ്? കുരുത്തക്കേട് കാണിച്ചതിന് പണിഷ്മെന്റ് കൊടുക്കാനാണ്. ഇവിടെ കൃതാഗസി ആരാണ്? കൃതാഗസി ആരാണ്? ഈ കൃതാഗസി കൃതാഗസി എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചവൻ എന്നാണ്. എന്താണ് പ്രശ്നം? യശോദാമാത അവിടെ വളരെ കാര്യമായിട്ട് എന്ത് ചെയ്യുകയായിരുന്നു? ആ ദീപാവലി ദിവസം വന്നിട്ട് തൈര് കടഞ്ഞ് വെണ്ണ എടുത്ത് എന്ത് ചെയ്യുകയാണ്? ഭഗവാന്റെ ലീലകളൊക്കെ പാടിക്കൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യുകയായിരുന്നു? വെണ്ണ കടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ദിവസം കൃഷ്ണൻ വന്ന് മടിയിലിരുന്നു. അപ്പോഴേക്കും യശോദാമാത വന്നിട്ട് ഭഗവാന് സ്വന്തം മുലപ്പാൽ നൽകാൻ തുടങ്ങി. സ്നേഹം കൊണ്ട് യശോദാമാത അങ്ങനെ ഭഗവാന്റെ മുഖം നോക്കി പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അടുപ്പിൽ വെച്ചിരിക്കുന്ന പാല് തിളച്ചു തൂവാൻ വേണ്ടിയിട്ട് പോകുന്നു എന്ന് ഓർത്തത്. അതിനെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുട്ടിയെ എടുത്ത് താഴെ വെച്ചു. അത് ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് പ്രിഫറൻസ് ഷുഡ് ബി കൃഷ്ണ. എന്ത് ഭൗതികമായിട്ടുള്ള വസ്തുക്കളും അതിന് ശേഷമേ വരാൻ പാടുള്ളൂ. വളരെ സമാധാനമായിട്ട് മനോഹരമായിട്ട് അമ്മയുടെ മുഖത്ത് നോക്കി ആസ്വദിച്ച് പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എടുത്ത് താഴെ വെച്ചിട്ട് പോയത് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്ത് ചെയ്തു? അവിടെ കിടന്നിരുന്ന ഒരു കല്ലെടുത്ത് വെണ്ണക്കുടോ എറിഞ്ഞു പൊട്ടിച്ച് അതിൻ്റെ അകത്ത് നിന്നും വെണ്ണയും എടുത്ത് ആ വെണ്ണയ്ക്കകത്ത് പൊട്ടിയ വെണ്ണ അതിനകത്ത് മുഴുവൻ വന്നിട്ട് എന്ത് ചെയ്തു? പടർന്നു കിടക്കുന്ന വെണ്ണയിൽ കാല് വെച്ചിട്ട് ബട്ടർ ഫുട് പ്രിൻസുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. ഒരു മുറിയിൽ നിന്ന് ഇങ്ങോട്ട് പോടി. ഇത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ വെറുതെ ഇരിക്കുമെന്ന് ഭഗവാന് അറിയാം അല്ലേ? വെറുതെ ഇരിക്കുമോ യശോദാമാത? ഇല്ല. ഇത് ആരാണ് ചെയ്തിരിക്കുന്നത്? ഈ കുരുത്തം കെട്ട കുട്ടി എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് യശോദാമാത അന്വേഷിച്ച് വരും. ശിക്ഷയും കിട്ടും. ഇത്ര നാളും മറ്റുള്ള ഗ്രഹത്തിൽ പോയാണ് മോഷ്ടിച്ചിരിക്കുന്നത്. ഇവിടെ ഈ കുരുത്തക്കേട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ദേഷ്യം വന്നിട്ടാണ്. എന്താണ് അതിനകത്ത് എന്താണ് പറയുന്നത്? സത്യവ്രത മുനി വന്നിട്ട് പറയുന്നു, ദേഷ്യം വന്നിട്ട് ഭഗവാൻ ചുണ്ട് കടിച്ചു എന്ന് പറയുന്നു. ഭാഗവതത്തിലും പറയുന്നുണ്ട്. ദാമോദര ലീല വർണ്ണിക്കുന്ന സമയത്ത് ദേഷ്യം വന്നിട്ട് ഭഗവാൻ കീഴ്ചുണ്ട് കടിച്ചിട്ട് എന്താണ് ദേഷ്യം വന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന്. കുട്ടി ദേഷ്യപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നു? ആ ബട്ടറിൻ്റെ അകത്ത് നിന്ന് ബട്ടറും എടുത്ത് കയ്യിൽ വെച്ചിട്ട് പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടന്ന് ആ യശോദാമാത ഡിറ്റക്റ്റീവായിട്ട് പിന്നാലെ പോയി. എന്താണ് ഈ ബട്ടർ ഫുട് പ്രിൻസിനെ നോക്കി ഏത് റൂമിലേക്കാണ് ഇവൻ ഓടിയിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഒരിടത്ത് പോയിരുന്ന് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഈ കിട്ടിയ വെണ്ണയെല്ലാം വന്നിട്ട് കഴിക്കുക മാത്രമല്ല അത് ഈ ഡിവോട്ടീസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ആരാണ് ഡിവോട്ടീസ്? അവിടെ ഇരിക്കുന്ന മങ്കീസ്, പൂച്ചകൾ, പിന്നെ എന്താണ് കാക്കകൾ, പക്ഷികൾ, ഇവരെല്ലാവരും വന്നിട്ട് കൂടെ ഇരിപ്പുണ്ട്. ഈ ഡിവോട്ടീസിന് ഡിസ്ട്രിബ്യൂട്ടും ചെയ്ത് കൊടുത്തിട്ട് ഇതും കഴിച്ചിട്ട് ഇരിക്കുകയാണ്. അമ്മ പിന്നാലെ ശബ്ദമുണ്ടാക്കാതെ പാദസരം അനങ്ങാതെ പതുക്കെ വന്നു. എന്ത് ചെയ്യുന്നു? അവിടെ ഒരു മിറർ കണ്ടു കൃഷ്ണൻ. അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഭാഗവതത്തിലല്ല വർണ്ണിക്കുന്നത്. ഇത് വന്നിട്ട് പല പുരാണങ്ങളിലും വന്നിട്ട് ഈ ദാമോദര ലീലയെക്കുറിച്ച് ഭയങ്കര ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഗോസ്വാമിമാരുടെ പുസ്തകങ്ങളിൽ വളരെ മനോഹരമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഒരു കണ്ണാടി തൂണിൽ ബാക്കിൽ അമ്മ പതുങ്ങി വരുന്നത് ആര് കാണുന്നു? ഭഗവാൻ കാണുന്നു. ചാടി ഇറങ്ങി ഒറ്റ ഓട്ടം. യശോദാമാത പിന്നാലെ ഓടുന്നു അല്ലേ? നോക്കൂ, ആ ഒരു ഇതാണ് എന്താണ് പറയുന്നത്? ദാമോദര ലീലയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട കൃഷ്ണ, അങ്ങ് ഒരിക്കൽ വികൃതി കാട്ടിയപ്പോൾ യശോദാ മാതാവ് അങ്ങേ ബന്ധിക്കാനായി കയറെടുത്തു. ഗോപി ആദതേ ത്വയി കൃതാഗസി, അങ്ങ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് കൊണ്ട് ദാമ താവത്, അത് എന്ത് ചെയ്തു? ഗോപി ആദതേ ദാമ, ഗോപി യശോദാമാത ആദത്തെ എടുത്തു, ദാമ കയറെടുത്തു. എന്താണ്? എന്നിട്ട് എന്ത് സംഭവിച്ചു? കഷ്ടപ്പെട്ട് ഓടി പിന്നാലെ. യശോദാമാത കുറച്ച് പ്ലംപിയാണ്, ഓടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഭഗവാൻ വന്നിട്ട് ഭയങ്കര ഫാസ്റ്റായിട്ട് ഓടുന്നവനാണ് അല്ലേ? എന്നിട്ടും യശോദാമാത വന്നിട്ട് ഭഗവാനെ പിടിച്ച് എന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുകയാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാൻ തുടങ്ങുകയാണ്. അതാണ് പറയുന്നത്. താവത് യാതേ ദശാശ്രു കലിലഞ്ജന സംഭ്രമാക്ഷം. അമ്മ പിടിച്ചു നിർത്തിയപ്പോഴേക്കും എന്താണ്? ആ അഞ്ജനമൊക്കെ വന്നിട്ട് പടർന്നു പോകുന്നത് പോലെ കരയാൻ തുടങ്ങി കുട്ടി. എന്ത് ചെയ്യുന്നു? അഞ്ജനം പറഞ്ഞു. എന്താണ്? കണ്ണ് തിരുമ്മിക്കരഞ്ഞു എന്നാണ് പറയുക. കുട്ടികൾ കരയണത് ശ്രീകൃഷ്ണ ഭഗവാന്റെ കണ്ണിലൊക്കെ മനോഹരമായിട്ട് യശോദാമാത എന്ത് ചെയ്ത് അഞ്ജനം എഴുതി വെച്ചിട്ടുണ്ട്.
വിടർന്ന കണ്ണുകളിൽ നല്ല അഞ്ജനം എഴുതി നീണ്ട വാലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തു നിന്ന് ചുടുചൂട് കണ്ണുനീര് താഴോട്ട് വന്നപ്പോഴേക്ക് എന്ത് സംഭവിക്കുന്നു? അതെല്ലാം പടർന്ന് ഇവിടെ എല്ലാം ഒന്നാമതേ ഇരുണ്ട നിറവാണ്, ശ്യാമസുന്ദരനാണ്. അപ്പോൾ ഈ കൺമഷിയും കൂടെ പടർന്നപ്പോഴത്തേക്കും മൊത്തത്തിൽ കൂടുതൽ ശ്യാമസുന്ദരനായി പോലെയാണ്. അത് വന്നിട്ട് എന്ത് ചെയ്യുന്നു? മൊത്തം വന്നിട്ട് പടർത്തി വന്നിട്ട് കരയാൻ തുടങ്ങുകയാണ്. ഇങ്ങനെ തിരുമ്മി കരയാൻ തുടങ്ങിയാണ്. അതാണ് പറയുന്നത്, യാ തേ ദശാശ്രു കലിലാഞ്ജന സംഭ്രമാക്ഷം വക്രം നിനീയ ഭയഭാവനയാ സ്ഥിതസ്യ. അത് മാത്രമാണോ? എന്ത് ചെയ്യുന്നു? ഭയഭാവനയാ സ്ഥിതസ്യ. ആ വടി കണ്ടിട്ട് എന്തിനാണ് നീ അങ്ങനെ ചെയ്തതെന്ന് യശോദാമാത വന്നിട്ട് വടി ഉയർത്തിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് എന്ത് ചെയ്യുകയാണ്? ഭഗവാൻ വന്നിട്ട് ഭയം കൊണ്ട്, അതായത് ഇപ്പൊ എന്നെ അമ്മ അടിച്ചു കളയും എന്ന് പറഞ്ഞ് പേടി കൊണ്ടിട്ട് സ്ഥിതസ്യ. ആരാ നിൽക്കുന്നത്? ഇതൊരു നോർമൽ കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. സാ മാം വിമോഹയതി. എന്താണ് സാ മാം വിമോഹയതി എന്ന് കുന്തിദേവിക്ക് പറയേണ്ട ആവശ്യമില്ല. എന്താണ് കുന്തിദേവി പറയുന്നത്? സാ മാം വിമോഹയതി. അത് ഭയങ്കര അത്ഭുതജനകമായിട്ടുള്ള കാര്യമാണ് കൃഷ്ണ. സാധാരണ ഒരു കുട്ടിയാണെങ്കിൽ കുരുത്തക്കേട് കാണിച്ച് അമ്മമാർ പിടിക്കും, അമ്മമാർ എന്ത് ചെയ്യും? വടിയെടുക്കും. കുട്ടിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? അമ്മയുടെ മുഖത്ത് പേടിയോടുകൂടി നോക്കി നിൽക്കും. സാധാരണ കുട്ടിയാണെങ്കിൽ ഈ കാണുന്ന കാഴ്ച വന്നിട്ട് വിമോഹജനകമാണെന്ന് പറയേണ്ട കാര്യമില്ല. ആരാണ് ഈ ചെയ്യുന്നത്? ഇത് കൃഷ്ണനായതുകൊണ്ടാണ് സാമാം വിമോഹയതി എന്ന് ആര് പറയുന്നത്? കുന്തി മഹാറാണി പറയുന്നത്. കാരണമാണ് ലാസ്റ്റ് എഴുതിയിരിക്കുന്നത്. ഭീർ അഭിയദ്വിഭേതി. ആരാണ് ഭീതി? ടെറർ എന്ന് പറയും. ടെറർ അല്ലെങ്കിൽ എന്താണ്? ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു സാധനത്തിനെയാണ് നമ്മൾ ഭീ എന്ന് പറയുന്നത്. ഭയം പൂണ്ടവരെ പോലും ആരാണ്? വിഭേദി, പേടിപ്പിക്കുന്നവനാണ്. ആര്? എന്താണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്? മദ്ഭയാദ്വാതിവാതോയം. എന്നെ പേടിച്ചിട്ടാണ് ഇവിടെ കാറ്റടിക്കുന്നത് എന്ന് ഭഗവാൻ വന്നിട്ട് ഒരു എന്താണ് ഭഗവത്ഗീത വിഭൂതി യോഗത്തിൽ മദ്ഭയാദ്വാതിവാതോയം സൂര്യാത്തപതി മദ്ഭയാത്. സൂര്യൻ ജ്വലിക്കുന്നതും എന്താണ്? എന്നെ പേടിച്ചിട്ടാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഇങ്ങനെ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ പേടിപ്പെടുത്തുന്ന ആളാണ് അവിടെ നിന്ന് ഇതുപോലെ വിറച്ചുകൊണ്ട് നിൽക്കുന്ന ആര്? ഒരു ഗോപി ഒരു ചെറിയ കമ്പെടുത്ത് കാണിച്ചതിന് എന്ത് ചെയ്യുന്നു? വക്രം നിനീയ ഭയഭാവനയാ സ്ഥിതസ്യ. അത് ഭയങ്കര അത്ഭുതകരമായിരിക്കുന്നു. എന്തിനാണ് അങ്ങ് ഇപ്രകാരം ചെയ്യുന്നത് എന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുകയില്ല കൃഷ്ണ. സാ മാം വിമോഹയതി. ഞാൻ ആ സാധാരണ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് പറയുകയാണ്, ഇത് ഭയങ്കര വിഡംബനമാണ്. എൻ്റെ പ്രിയപ്പെട്ട കൃഷ്ണ, അങ്ങ് ഒരിക്കൽ വികൃതി കാട്ടിയപ്പോൾ യശോദ മാതാവ് അങ്ങയെ ബന്ധിക്കാനായി കയറെടുത്തു. അപ്പോൾ അങ്ങയുടെ കലങ്ങിയ നയനങ്ങൾ അശ്രുക്കളാൽ നിറയുകയും ആ കണ്ണുനീരാൽ അങ്ങയുടെ നയനങ്ങളിലെ കൺമഷി കലങ്ങുകയും ചെയ്തു. ഭയരൂപം പൂണ്ട സത്വം പോലും അങ്ങയെ ഭയപ്പെടുന്നു. എങ്കിലും അങ്ങ് ഭീതി പൂണ്ടവനായി കാണപ്പെട്ടു. ഈ കാഴ്ച നിശ്ചയമായും എനിക്ക് അമ്പരപ്പുളവാക്കുന്നതാണ്. കുന്തി മഹാറാണി ആരുടെ ഭാഗത്തു നിന്നാണ് പറയുന്നത്? സാധാരണ ഒരാളുടെ ജനത്തിൻ്റെ ഭാഗത്തു നിന്ന് പറയുകയാണ്. നോക്കൂ, പ്രഭുപാദന്റെ വിവർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്, പരമപുരുഷനായ ഭഗവാന്റെ ലീലകളാൽ സൃഷ്ടിക്കപ്പെടുന്ന വിഭ്രമങ്ങളുടെ മറ്റൊരു വ്യാഖ്യാനം ഇവിടെ നൽകിയിരിക്കുന്നു. എല്ലാ പരിതസ്ഥിതിയിലും പരമപുരുഷനായ ഭഗവാൻ പരമോന്നതനാകുന്നു. അതെങ്ങനെയാണ്? യശോദ മാതാവ് വന്നിട്ട് വടിയും കൊണ്ട് വന്ന് കെട്ടാൻ വേണ്ടിയിട്ട് ബന്ധിക്കാൻ, പിന്നെ അടുത്തത് ഭഗവാന്റെ പരമോന്നതമായിട്ടുള്ള അവസ്ഥയാണ് നമ്മൾ അവിടെ കാണുന്നത്. 2 ഫിംഗർ ഷോർട്ട്, 2 അങ്കുലം വന്നിട്ട് കൂടുന്നതേയില്ല. എത്ര കഷ്ടപ്പെട്ട് അമ്മ ഓടി അകത്ത് പോയി കയറെടുത്തു കൊണ്ടുവരുന്നു. അവിടെ നിന്നും അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് എല്ലായിടത്തു നിന്നും കയറെടുത്തു കൊണ്ടുവരുന്നു. 2 ഫിംഗർ ഷോട്ട്. അമ്മ ക്ഷീണിച്ചു. എന്താണ്? ഏഹത്തെ
എന്താണ് ഈ എല്ലാ ആൾക്കാരും നോക്കി നിൽക്കുന്നത്, ഇതൊക്കെ കണ്ടിട്ട് ചുമ്മാ തന്നെയാണോ ഇവർ? അല്ല, ആ നാട്ടിലുള്ള എല്ലാ ഗോപിമാരും വന്നിട്ട് ഈ കാഴ്ച കണ്ടിട്ട് അയ്യോ യശോദേ നീ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കാഴ്ച കാണാൻ വേണ്ടി, മനോഹരമായിട്ടുള്ള ഈ കാഴ്ച കാണാൻ വേണ്ടി. ദാമബന്ധന ലീല അല്ലെ, എന്താണ് ദാമം കൊണ്ട് അമ്മ കുഞ്ഞിനെ ബന്ധിക്കാൻ ശ്രമിക്കുന്നു. അത് എന്ത് കുഞ്ഞ്? ചെറിയ ഒരു കുച്ചി, ഇച്ചിരി ഇല്ലാത്ത ഒരു 3 വയസ്സുള്ള ഒരു കുട്ടി, ഓടാൻ തുടങ്ങിയതേ ഉള്ളൂ. 3 years, 3 വയസ്സിലാണ് ഈ ദാമോദര ലീല നടക്കുന്നത്. ആ 3 വയസ്സിലുള്ള കുട്ടീനെ ബന്ധിക്കാൻ വേണ്ടി ആര് ശ്രമിക്കുന്നു? 30 വയസ്സുള്ള അമ്മ ശ്രമിക്കുന്നു, യശോദാമാത. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? അമ്മ തോറ്റുകൊണ്ടേയിരിക്കുന്നു. ഗോപിമാരെല്ലാം നോക്കുകയാണ്. കഷ്ടം. നന്ദഗേഹിനി, നന്ദറാണി, 3 വയസ്സുള്ള നിന്റെ കുട്ടീനെ, സ്വന്തം മകനെ ബന്ധിക്കാൻ വേണ്ടി നിനക്ക് പറ്റണില്ലല്ലോ യശോദയെന്നും പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മനുഷ്യരും. അമ്മയാണെങ്കിൽ എന്താണ് ആകെപ്പാടെ വന്നിട്ട് ഇവരെല്ലാം നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് ആകെ ലജ്ജിതയാകാൻ പോകുന്നു. എന്ത് ചെയ്യണം? തുടങ്ങി വെച്ച കാര്യം, ഇവനെ ശിക്ഷിക്കണം എന്ന് പറയുന്ന കാര്യം എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. എന്നാൽ പിന്നെ വേണ്ട, പോട്ടെ, ഇട്ടിട്ട് പോകാൻ പറ്റുമോ? ഇല്ല. എത്രയോ ആൾക്കാരെ കാണുന്നു. നന്ദഗേഹിനി, നന്ദറാണി, സ്വന്തം കുട്ടി, അതും ഇവരുടെ എല്ലാം ഗൃഹത്തിൽ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് മോഷ്ടിച്ച് അതിന് നല്ല ശിക്ഷ കൊടുക്കണം എന്നുള്ള കാര്യം എന്ത് ചെയ്തിരിക്കുകയാണ്? അമ്മ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ വിട്ടിട്ട് പോകാനും പറ്റൂല. ഭഗവാൻ കാണുന്നു ഇതെല്ലാം. പരമദിവ്യോത്തമ പുരുഷൻ ആരാണ് ബന്ധിക്കാൻ പോകുന്നത്? പരമദിവ്യോത്തമ പുരുഷനെ. എങ്ങനെയാണ് ബന്ധിക്കാൻ പോകുന്നത്? അമ്മയുടെ പ്രയത്നം കണ്ടു. നോക്കൂ, അമ്മയുടെ മുഖത്ത് മുഴുവൻ വിയർത്ത് ഒലിച്ച് എന്താണ് ആ മുടിയിൽ ചൂടിയിരുന്ന പൂവുകളെല്ലാം വന്നിട്ട് ആ ഓട്ടത്തിൽ അഴിഞ്ഞ് താഴെ വീണ്, മുടിയെല്ലാം അഴിഞ്ഞു വീണ്, ആ മനോഹരമായിട്ട് ഉടുത്തിരുന്ന എന്താണ് കുങ്കുമവർണ്ണത്തിലുള്ള സാരി, അന്ന് ഏകാദശി ദിവസം ദീപാവലി ദിവസം വന്നിട്ട് കുങ്കുമവർണ്ണത്തിലുള്ള സാരിയാണ് മാത യശോദ ഉടുത്തിരുന്നത് എന്ന് ഭാഗവതത്തിൽ പറയുന്നു. എന്നിട്ട് അതെല്ലാം വന്നിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? ഉടഞ്ഞിരിക്കുന്നു. അരയിൽ കെട്ടിയിരിക്കുന്ന അരപ്പട്ടയൊക്കെ ലൂസായിരിക്കുന്നു. ഓടിയതിൻ്റെ ക്ഷീണം കൊണ്ട് അമ്മ എന്ത് ചെയ്യണം? കിതയ്ക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് ഭഗവാൻ ആലോചിക്കുകയാണ്, നോക്കൂ എത്ര കഷ്ടപ്പാടാണ് എനിക്ക് വേണ്ടി അമ്മ ചെയ്യണത് എന്ന്. എന്താണ് പറയുന്നത് അവിടെ? ഭഗവാൻ പറയുന്നു, ശുകദേവ ഗോസ്വാമി പറയുന്നു, ദൃഷ്ട്വാ പരിശ്രമം കൃഷ്ണ. അതായത് ഈ പരിശ്രമമാണ് ഭഗവാൻ കാണുന്നത്. എന്ത് കാണുന്നത്? ഈ പരിശ്രമം. ദൃഷ്ട്വാ പരിശ്രമം കൃഷ്ണ കൃപയാ ആസീത് സ്വബന്ധനെ. ഇതാണ് 2 finger ഷോർട്ട്. എന്താണ്? ദൃഷ്ട്വാ പരിശ്രമം കൃഷ്ണ കൃപയാ ആസീത് സ്വബന്ധനെ. നമ്മളുടെ പരിശ്രമം, യശോദാമാതയുടെ പരിശ്രമം, ഭഗവാനെ ബന്ധിക്കാനുള്ള പരിശ്രമം, വളരെ സ്നേഹമസൃണമായി ശാസിക്കാനുള്ള അമ്മയുടെ അവകാശം, ആ ഒരു റെസിപ്രൊക്കേഷൻ ആരുടെ ഭാഗത്തു നിന്നും? യശോദാമാതയുടെ ഭാഗത്തു നിന്നും. കൃപയാ ആസീത് സ്വബന്ധനെ. ഈ 2 ഫിംഗേഴ്സ് എന്തായി? കംപ്ലീറ്റ് ആയി. യശോദാമാത ശ്രമിക്കുന്നത് കണ്ടിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ദൃഷ്ട്വാ, കണ്ടു. ആര്? പരിശ്രമം. ഭഗവാൻ കണ്ടു, പരിശ്രമം കണ്ടു. കൃപയാ ആസീത് സ്വബന്ധനെ. എന്നിട്ട് എന്താണ്? ഭഗവാൻ സ്വയം ബന്ധനസ്ഥനാകാൻ സമ്മതിച്ചിരിക്കുന്നു. പരമദിവ്യോത്തമ പുരുഷൻ എന്ത് ചെയ്യുകയാണ്? അമ്മയുടെ സ്നേഹം കൊണ്ടാണ് ബന്ധിച്ചിരിക്കുന്നത്, അല്ലേ? യശോദാമാതാവിൻ്റെ പരിശ്രമം മാത്രമല്ല, കൃപയ. ഇതാണ് 2 finger ഷോട്ട് എന്ന് ആചാര്യന്മാർ പറയുന്നത്. എങ്ങനെയാണ് ഭഗവാൻ ദാമോദരനായത്? യശോദാമാതാവിൻ്റെ പരിശ്രമവും ഭഗവാന്റെ കൃപയും ചേർന്നിട്ടാണ് ആ 2 finger ഷോർട്ട് എന്ത് ചെയ്യുന്നത്? കംപ്ലീറ്റ് ആകുന്നത്, അല്ലേ? അതാണ് ഭഗവാന്റെ ശുദ്ധഭക്തർ നിഷ്കളങ്കമായ പ്രേമത്താൽ മാത്രമേ ഭക്തിയുത സേവനം ഭഗവാനെ സമർപ്പിക്കുന്നുള്ളൂ. അത്തരം ഭക്തിയുത സേവനം, അടുത്ത പേജ്, സ്വതന്ത്രമായി നിർവഹിക്കുമ്പോൾ, കവ്യ അടുത്ത പേജ്, നിർവഹിക്കുമ്പോൾ ഭക്തൻ പരമപുരുഷനായ ഭഗവാന്റെ പദവിയെ വിസ്മരിക്കുന്നു. ഭക്തി ആദരങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രശംസാരഹിതമായ ശുദ്ധ സ്നേഹം സ്വതസ്ഫൂർത്തമായ സേവനമായി സമർപ്പിക്കപ്പെടുമ്പോൾ പരമപുരുഷനായ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഭക്തരുടെ പ്രേമയുത സേവനം അതിരേഖമായി ആസ്വദിച്ച് സ്വീകരിക്കുന്നു.
ഭയങ്കര കടുകട്ടി വാക്കുകളാണ്. പക്ഷെ എന്നാലും സിംപ്ലി ഭഗവാൻ എന്ത് ചെയ്യുന്നു? റെസിപ്രൊക്കേറ്റ് ചെയ്യുന്നു. ഭക്തൻ എങ്ങനെ സേവനം ചെയ്യുന്നു? ഭഗവാൻ റെസിപ്രൊക്കേറ്റ് ചെയ്യുന്നു. യശോദാമാതാവിൻ്റെ സ്നേഹത്തിന് പൂർണ്ണമായിട്ടും പരമദിവ്യോത്തമ പുരുഷൻ സ്വബന്ധനെ, അതായത് എന്നെ ബന്ധിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്നു. എന്താണ് ഭഗവാൻ വന്നിട്ട് നാരദ മഹർഷിയോട് പറയുന്നു, അല്ലയോ നാരദ, ഞാൻ വന്നിട്ട് സ്വതന്ത്രനല്ല, എൻ്റെ ഭക്തന്മാരുടെ കടവിലാണ് ഞാൻ. അവരുടെ സേവനം അല്ലെങ്കിൽ അവരുടെ ഭക്തി എന്ന് പറയുന്നത് ഞാൻ എന്നെ തന്നെ അവർക്ക് നൽകിയിരിക്കുകയാണ് എന്ന് പറയുന്നു. അങ്ങനെ ഒരാൾ ഭഗവാൻ അല്ലാതെ വേറെ ആരാണുള്ളത്? നാരദ മഹർഷിയോട് ഭഗവാൻ പറയുകയാണ്, അസ്വതന്ത്രസ്യ, ഞാൻ അസ്വതന്ത്രനാണ്. എൻ്റെ ഭക്തന്മാർ എന്തു പറയുന്നു അതിനനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. പ്രഹ്ലാദ മഹാരാജാവ് തൂണിലും തുരുമ്പിലും ഭഗവാൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ഹിരണ്യകശിപു ചോദിക്കുന്നു, ഈ തൂണിലുണ്ടോ? നേരത്തെ നരസിംഹമൂർത്തി വന്ന് റെഡിയായിട്ട് അവിടെ ഇരിക്കുന്ന ഇല്ല. പ്രഹ്ലാദൻ പറയുന്നു, ഈ തൂണിലുണ്ട് ഭഗവാൻ. എന്താണ്? ഭഗവാൻ വന്നിരിക്കുന്നു. എന്തിന്? സത്യം വിധാത്തും നിജഭൃത്യഭാഷിതം. ഭക്തൻ പറഞ്ഞു ഈ തൂണിലുണ്ടെന്ന്. ആ തൂണിൽ നിന്ന് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടേ മതിയാകൂ. കാരണം അസ്വതന്ത്രസ്യ, ഞാൻ അസ്വതന്ത്രനാണ്. എനിക്ക് ആരാണ്? എൻ്റെ ഭക്തൻ പറയുന്നതാണ് എനിക്ക് വേദവാക്യം. അങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന വേറെ ഏത് ഭഗവാനാണ് അല്ലെങ്കിൽ വേറെ ഏത് വ്യക്തിയാണ് നിങ്ങൾക്ക് പരിചയമുള്ളത്? എന്താണ്? പ്രഹ്ലാദ മഹാരാജാവിനോട് പറയുന്നു, എവിടെയാണ് നിന്റെ ഹരി? ഹിരണ്യകശിപു ചോദിക്കുന്നു, നിന്റെ ഹരി എവിടെയാണുള്ളത്? നിന്റെ ഹരി തൂണിലും തുരുമ്പിലും ഉണ്ടെന്നൊക്കെ നീ പറയണേ, ഈ തൂണിലുണ്ടോ? പ്രഹ്ലാദ മഹാരാജാവിനോട് ആ തൂണ് ചൂണ്ടി കാണിച്ചിട്ട് ആര് ചോദിക്കണം? ഹിരണ്യകശിപു ചോദിക്കുന്നു, ഈ തൂണിലുണ്ടോ നിന്റെ ഹരി എന്ന് ചോദിക്കുന്നു. പ്രഹ്ലാദ മഹാരാജാവ് കണ്ണും പൂട്ടി പറയുന്നു, എൻ്റെ ഹരി എല്ലായിടത്തുമുണ്ട്. പ്രഹ്ലാദ മഹാരാജാവിൻ്റെ ആ വാക്കുകൾ സത്യമാക്കാൻ വേണ്ടിയിട്ട്, സത്യം വിധാതും നിജഭൃത്യ ഭാഷിതം വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ച ആത്മന, സർവഭൂതങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന അതായത് ലോകത്തിൻ്റെ മുഴുവനെ ആത്മാവായിരിക്കുന്ന ആ ഒരു വിഷ്ണു എന്താണ് ചെയ്തിരിക്കുന്നത്? വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ചാത്മന അദൃശ്യത അത്യദ്ഭുത രൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. അവിടെ പ്രഹ്ലാദ മഹാരാജാവ് പറയുന്ന വാക്കുകളെ വന്നിട്ട് സത്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഹിരണ്യകശിപുവിൻ്റെ മുന്നിൽ വന്നിട്ട് നരഹരി പ്രത്യക്ഷപ്പെടുന്നത്, അല്ലേ? അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്താണ്? അത്യന്ത വിഡംബനം. അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. യശോദമാതാവിനെ മുമ്പിൽ വന്നിട്ട് ബന്ധനസ്ഥനായി ഓച്ഛാനിച്ച് നിൽക്കേണ്ട ആവശ്യം ഭഗവാനില്ല, പരമദിവ്യോത്തമ പുരുഷനാണ്. പക്ഷേ ഈ സ്നേഹം കൊണ്ട് യശോദമാതാവ് ആ കൃഷ്ണനെ വന്നിട്ട് തൻ്റെ വരുതിയിലാക്കുകയാണ് ചെയ്യുന്നത്. ആ അമ്മ പറയുന്നത് കേൾക്കാൻ കൃഷ്ണൻ വന്നിട്ട് ആ റെസിപ്രൊക്കേഷൻ വന്നിട്ട് ഭഗവാൻ നിർബന്ധിതനാകുക എന്നല്ല പറയുക, ഭഗവാൻ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നത്. നിർബന്ധിതനാകുക എന്ന് പറയുന്നത് നമ്മൾ എന്താണ് വേണ്ടയോ എന്നും പറഞ്ഞ് ചെയ്യുന്നത് പോലെയല്ല. ഭഗവാൻ കംപ്ലീറ്റ്ലി ആ ലീലയിൽ വന്നിട്ട് എന്ത് ചെയ്യുകയാണ്? പങ്കെടുക്കുകയാണ്. യോഗമായ ആക്ച്വലി വന്നിട്ട് ഭഗവാനെ അതിന് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ വന്നിട്ട് പരമദിവ്യോത്തമ പുരുഷനാണ്. അത് അമ്മയ്ക്ക് മുന്നിൽ വായ തുറക്കുമ്പോൾ പ്രപഞ്ചം മുഴുവൻ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന തൃണാവർത്തൻ എന്ന് പറയുന്ന വലിയൊരു വേൾവിൻഡ് വന്നിട്ട് ആകാശത്ത് കൊണ്ടുപോകുമ്പോഴേക്കും ചെറിയ ഒരു കുഞ്ഞി കൈ കൊണ്ട് ഞെക്കി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ അസുരനെ വധിക്കാൻ കഴിയുന്ന ഒരു 3 മാസം പ്രായത്തിൽ ആ കുഞ്ഞൊരു കുട്ടി ചെറിയ കുഞ്ഞു ചുണ്ടുകൊണ്ട് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനെ എടുക്കാൻ പറ്റുന്ന, പൂതനയുടെ ജീവനെ എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഭഗവാൻ യഥാർത്ഥത്തിൽ ആ ലീലയിൽ വന്നിട്ട് ഫുള്ളി പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ്, കംപ്ലീറ്റ്ലി പാർട്ടിസിപ്പേറ്റ്. കാരണം അതും ഭഗവാനും വന്നിട്ട് എന്ത് ചെയ്യുകയാണ്? അത് ആസ്വദിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ താൻ ഈശ്വരനാണ് എന്ന് റെക്കഗ്നൈസ് ചെയ്യൂല. കാരണം എന്താണ്? യോഗമായ ശക്തി ഭഗവാനെ അതിനെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സംതൃപ്തനാവുകയാണ് ഭഗവാൻ ഈ സ്നേഹം സ്വീകരിച്ചുകൊണ്ട്. ഭഗവാൻ മാത്രമല്ല, ആ സ്നേഹം കൊടുക്കുന്ന അമ്മയും കണ്ടു നിൽക്കുന്ന ഗോപിമാരും എല്ലാവരും സംതൃപ്തരാവുകയാണ് ചെയ്യുന്നത്. അതാണ് ഭഗവാൻ വന്നിട്ട് ഈ ലീലകളൊക്കെ ചെയ്യുന്നതിന് കാരണം. പക്ഷെ ഇത് അത്യന്ത വിഡംബനം. സാ മാം വിമോഹയതി. ആര് പറയുകയാണ്? കുന്തി മഹാറാണി പറയുകയാണ്.
ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ ഇന്ന് 2 ശ്ലോകമേ കണ്ടുള്ളൂ, പക്ഷേ എന്നാലും വളരെ ഒരു രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തിനാണ് ഭഗവാൻ വന്നിട്ട് പരമദിവ്യോത്തമ പുരുഷൻ റെസിപ്രൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഭഗവാൻ വന്നിട്ട് നമ്മളുടെ അടുത്ത് പ്രത്യക്ഷപ്പെടുന്നതും ഭക്തന്മാരെ വന്നിട്ട് പരിപോഷിപ്പിക്കുന്നതും എങ്ങനെയാണ് എന്ന് കുന്തി മഹാറാണി ഓർത്തെടുക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾക്കിതിൻ്റെ ബാക്കി കേൾക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു.